السلام عليكم ورحمة الله وبركاته. وعليكم الحمد السلام ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. مبروك مبروك ألف مبروك. ഈ വേദിയിലെത്താൻ സഹായിച്ച അള്ളാഹ്ക്ക് ഒരുപാട് ശുക്ർ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ വേദിയിൽ എത്തിപ്പെട്ട എല്ലാവർക്കും ആയിരം ആയിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു തരത്തിലേക്ക് എത്തിപ്പെടുക എന്നതിന് ഒരു ഖദർ തന്നെ വേണം, അള്ളാഹിന്റെ തൗഫീഖ് വേണം, നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രയത്നം വേണം. പക്ഷെ പ്രയത്നിക്കുന്ന ഒരു പലരും എത്താറില്ല. അങ്ങനെ ഒരു ഇൻഷാ അല്ലാഹ് എന്തായിരുന്നാലും നമ്മൾ ഇത് എത്തിപ്പെട്ടു. കുറച്ച് പേരെ നമ്മളുള്ളൂ, പക്ഷെ കുറച്ച് പേരാണെങ്കിലും പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചവർക്ക് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൺക്ലൂഷനിൽ പറയാം. അത് ഞാൻ നോക്കുമ്പോൾ 8:30 നോക്കുമ്പോൾ പലരെയും കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായി. അങ്ങനെയുണ്ടല്ലോ ചിലത് നമുക്ക് അങ്ങനെ ചില സംഗതികളുണ്ടാവും. പിന്നെ അതിനുവേണ്ടി ഒരു 5-10 മിനിറ്റ് അങ്ങനെ പോയി. അപ്പോൾ പാഠം മൂന്നാം ഭാഗം തുടങ്ങുക. മൂന്നാം ഭാഗത്തില് ഇതിന്റെ തുടക്കത്തിൽ തന്നെ കുറെ സാങ്കേതിക ശബ്ദങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ട്രഡീഷണൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പാഠപുസ്തകത്തിലുള്ള രീതിയിലും അല്ലാത്ത രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും അത് നമ്മൾ ഇതുവരെ പഠിച്ച സംഗതികൾ പലതും ടെക്നിക്കലി ഒന്നിച്ച് പറയുന്ന ഒരു സംഭവമാണ്. അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് വന്നാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കരമായ എന്തോ സംഭവമാണ്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ തൽക്കാലം പോകുന്നില്ല. നമ്മൾ നമ്പേഴ്സ് പഠിച്ചതുവരെ, നമ്പേഴ്സ് പഠിച്ച് 1 മുതൽ അവസാനം 100 വരെ പറയുന്ന എല്ലാം കൂടെ ഒരു പാഠത്തിൽ വരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ പഠിച്ചതെല്ലാം പഠിച്ചു. അതിനെ ഒരുമിച്ച് വരിക എന്ന് പറയുമ്പോൾ അത് ചിലപ്പം ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് പാഠം 1 നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് 2ലേക്കാണ് പോകുന്നത്. പാഠം 2 നിങ്ങൾക്ക് ടീച്ചറിന്റെ വോയിസ് ക്ലിപ്പ് കൊടുക്കേ. സമ്മറി ടീച്ചർ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കഴിഞ്ഞ ബാച്ചിന് വേണ്ടി റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ സമ്മറിയാണ് തരാം. എന്തായാലും എപ്പോഴും പറയാനുള്ളത് പോലെ നേരത്തേതിനേക്കാൾ കുറച്ച് കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കണം, കുറച്ചുകൂടി വർക്ക് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് പോലെ തന്നെ എക്സർസൈസും കിട്ടും. അത് നോക്കി തരാനുള്ള ആളുണ്ട്, പ്രോപ്പർലി മാനേജ് ചെയ്യാനുള്ള ആൾക്കാർ ഉണ്ട്. അസിസ്റ്റന്റ് ഫാക്കൽറ്റി എന്ന പേരിൽ തന്നെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. ഷഫല ടീച്ചർ നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ട് കാണും. അപ്പോൾ ഇതില് പാഠം 2 ദർസുസ്താനി സെക്കൻഡ് ലെസണില് 1 പറയുന്നത് വാവുകൾ. നമ്മൾ എത്ര വാവ് പഠിച്ചിട്ടുണ്ട്? 2 വാവ് എന്തായാലും അറിയാം. ഏതൊക്കെയാണ്? വാവുൽ പിന്നെ ഹാല്. ചിലൊക്കെ നല്ല ഹാലിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്ന ഹാല്. അപ്പൊ വാവുകൾ എന്താണെന്ന് പഠിപ്പിക്കുക, ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ വാവുകൾ എന്ന് പറയുമ്പോൾ വാവ് ഒരു സാധാരണ അക്ഷരമായി വരാം. അത് തുടക്കത്തിലും വരാം, ഇടയിലും വരാം.
അവസാനത്തിൽ വരാം. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഈ പാഠത്തിൽ ക്ലിയർ ആക്കുന്നുണ്ട്. ലവ് പോലെ അവസാനത്തിൽ വരാം, വലതൻ പോലെ തുടക്കത്തിൽ വരാം, അതേപോലെ വജത പോലെ തുടക്കത്തിൽ വരാം, യക്കൂല് പോലെ മധ്യത്തും വരാം. അതേപോലെ ഒന്ന് വാവുൽ അത്ഫാണ്. അതെന്താണ്? ആൻഡ് എന്ന അർത്ഥത്തിലുള്ള വാ. പിന്നീട് പറഞ്ഞത് വാവുൽ ഹാല്. അത് ഹാലിന് ഉദാഹരണങ്ങൾ ഇവിടെ കൂടുതൽ പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും വാവുൽ അത്ഫ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അറബിക്കിൽ, ഈ മദീന അറബിക്കിൽ ആൻഡ് എന്ന അർത്ഥത്തിലുള്ള വായും സത്യം ചെയ്യാനുള്ള വായുമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ഇതുവരെ. വാവുൽ ഹാൽ ഇവിടെ പുതുതായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഖുർആനൊക്കെ പഠിക്കുന്ന സമയത്ത് വാവുൽ ഹാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് ലഅല്ലയുടെ കൂടുതൽ ഉദാഹരണങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ലഅല്ല ഒന്ന്, ലഅല്ലയുടെ രണ്ട് പ്രയോഗമാണ്. ഒന്ന് പ്രതീക്ഷിക്കുന്നു, മറ്റൊന്ന് ഐ ആം അഫ്രൈഡ് എന്ന് ഭയപ്പെടുന്നു. എനിക്കതാകുമോ എന്ന് ഭയപ്പെടുന്നു. ഒന്ന്. രണ്ട്, ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് ഇവിടെ ഇലയിക്കും എന്നൊരു പ്രയോഗമുണ്ട്. ഇലയിക്കും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇലയിക്ക എന്നും പറയാം. ഇതാ നിനക്കുണ്ട് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഇതെടുത്തോ എന്ന അർത്ഥത്തിൽ സ്വീകരിച്ചോളൂ എന്ന അർത്ഥത്തിൽ വരും. വാർത്ത പറയാൻ പോകുന്ന ആളും ഇലയിക്കും ആഹുല്ലംബ അല്ലെങ്കിൽ അഹമ്മല്ലംബ എന്നൊക്കെ പറയും. ഞാൻ നിങ്ങൾക്ക് ഇതാ പറയാൻ പോവുകയാണോ, നിങ്ങൾ സ്വീകരിച്ചുകൊള്ളൂ എന്ന അർത്ഥം. ആ ഒരു പ്രയോഗം ഇതിൽ ചെയ്തിരിക്കുന്നു. മറ്റൊന്ന് നമ്മൾ നേരത്തെ അറിയുന്ന അഷ്യാ ആണ്. അഷ്യാ ഷെയ്ഇന്റെ ബഹുജനമാണ് അഷ്യാ. അതെന്തായിരിക്കും? അത് മബിനി എന്താണ്, അന്ത്യം ഗൈറ മുൻസരിഫാണ്. അഷ്യാ അതെ, അഷ്യാ അദനിയാന്റെ കൂട്ടത്തിലുള്ളതാണ് അഷ്യാ. മറ്റൊന്ന് ഇതിൽ പഠിപ്പിക്കുന്നത്, നമ്മൾ റളിയല്ലാഹു അൻഹു മാവിയായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അതെന്താണ്? ഒരു പ്രാർത്ഥനാ രൂപം അല്ലെങ്കിൽ ആശംസാ രൂപമായിട്ട്. നേരത്തെ നമ്മൾ വന്നിട്ടുണ്ട്. ഷഫാഹുല്ലാഹു എന്നൊക്കെ പറഞ്ഞത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മാവിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഒന്നുകിൽ ആശംസയായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും, പ്രാർത്ഥനയായിരിക്കും. അതേപോലെ മിൻ, എക്സ്ട്രാ മിൻ, ജായിദായിട്ടുള്ള മിൻ എന്ന് പറയും. അധികമായി വരും മിൻ. നമ്മൾ ചില സ്ഥലങ്ങളിൽ മിൻ കണ്ടിട്ടുണ്ടാവും ഖുർആൻ വായിക്കുന്ന സമയത്ത്. ആ മിന്ന് ഇതില് വരുന്നുണ്ട്. ഉദാഹരണം ഹൽ മിൻ സുആലിൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ എന്നാണ്. ചോദ്യത്തിൽ നിന്നും എന്തെങ്കിലും ഉണ്ടോ എന്നല്ല ശരിക്കും അതിന്റെ അർത്ഥം. അതൊരു പ്രയോഗമാണ്. അങ്ങനെ മിൻ ചേർത്ത് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ചോദ്യമുണ്ടോ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ കുറച്ച് ഒരു എംഫസൈസിങ് അതിന് ഉണ്ട്. മറ്റൊന്ന് ലത എന്ന ലർഫ്. ലത നമുക്കറിയാം. ലത പക്കൽ, ലതയിക്ക നിന്റെ പക്കൽ. അപ്പൊ ലതയിന് ശേഷം ലതൽ ബാബി പോലെ നാമം വന്നാൽ ഇതായിരിക്കും, അത് മുലാഫിൻ ഇലൈഹി ആയിട്ടായിരിക്കും വരിക. അതിലേക്ക് മുലാഫത്ത് ചെയ്തിട്ട് രണ്ടാമത്തേന് കസറായിരിക്കും. മുലാഫ് ഇലൈഹി ആയിട്ടായിരിക്കും വരിക. മറ്റൊന്ന് ദഖൽതു അലൽ മുദീർ എന്ന് പറയുന്നത്. അപ്പൊ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ദഖൽതു അലൽ മുദീർ എന്ന് പറഞ്ഞാൽ മുദീറിന്റെ തലയിൽ കയറിയെന്നല്ല, മറിച്ച് മുദീറിന്റെ അടുക്കൽ ഞാൻ ചെന്നു എന്നാണ്. ഞാൻ മുദീറിന്റെ അടുക്കൽ ചെന്നു എന്നർത്ഥം. അതേപോലെ മറ്റൊരു പദം മഅന. മഅനയുടെ മഅന നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മഅന എന്നത് അതിന്റെ ബഹുജനം മഅനിൻ എന്നാണ്. മഅനൻ, മഅന എന്ന് നമ്മൾ പറയുന്നെങ്കിലും മഅനൻ എന്നാണ് വരിക. ഹുദൻ എന്ന് പറയുന്നത് പോലെ മഅനൻ എന്നാണ്. അവസാനം ജാ ഉണ്ടാവും. ജായുടെ ഷേപ്പിലുള്ള അലിഫ് ഉണ്ടാകും. മഅനിൻ എന്ന് വരുമ്പോൾ ഹുദൻ, ഹാദിൻ എന്നൊക്കെ പറയുന്നത് പോലെ
മഹാനിൻ വരുമ്പോൾ അവസാനത്തെ അക്ഷരം പോകും. പിന്നെ അൽ ചേർന്ന് വന്നാൽ അൽ ഹാദി പോലെ യാ അവിടെ ഉണ്ടാകും. അപ്പോ അൽ മഹാനി എന്നായിരിക്കും പറയും. അതിന്റെ ഉദാഹരണങ്ങൾ ഇത് കുറച്ച് കാര്യങ്ങൾ പാഠത്തിൽ പഠിക്കുന്നു. അപ്പൊ കുറെയൊക്കെ നമുക്ക് അറിയാം. ഈ പാഠത്തിൽ പറയുന്ന മിക്കവാറും കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചിലത് പഠിച്ചിട്ടില്ലായിരിക്കാം, ചിലത് പഠിച്ചിട്ടുണ്ടാകാം. അങ്ങനെ അറിയുന്നതും ഭൂഭൂരിപക്ഷവും അറിയുന്ന വാക്കുകളാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഓക്കെ ഈ പാഠത്തൊന്നും പഠിക്കാനില്ല എന്ന് വിചാരിച്ച് എഴുതി തള്ളാനുള്ളതല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതൊരു അറിവായിട്ട് നിലനിൽക്കുക. തയ്യം നമ്മൾ വായിച്ചു പോകുമ്പോൾ അതിന്റെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് പോകും. നാളെ പോകേണ്ട വേണ്ടല്ലോ. മുക്കദ്ദിമയൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. ആ മുഖമൊക്കെ വായിച്ചുകൂടെ? എങ്ങനെ മുഖദ്ദിമ ഒന്ന് വായിച്ചുകൂടെ? അതിന്റെ അർത്ഥം ഒന്ന്. മുക്കദ്ദിമ വായിക്കും. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക മുക്കദ്ദിമ. നമ്മൾ മുക്കദ്ദിമയൊക്കെ വായിച്ചോണ്ടിരുന്നാല് സമയം നടക്കും. മുക്കദ്ദിമയൊക്കെ കുറേശ്ശെ വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഇതൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ ഉള്ള ഡൗട്ടൊക്കെ ഗ്രൂപ്പിൽ ഇടുകയാണ്. ഫുള്ള് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതിന് പകരം കുറച്ചൊക്കെ എന്ത് ചെയ്യണം, ഗ്രൂപ്പിന് വരണം. ഓക്കെ. അദർ സുസാനി ഐന ഹാമിദുൻ, എവിടെ ഹാമിദ്? ഫൈസലുൻ സയഅതി ബഅദ ഖലീലിൻ ഇൻഷാ അല്ലാഹ് റഅയ്തുഹു വഹുവ യദ്ഖുലുൽ ഹമ്മാമ. അപ്പൊ ഇവിടെ എന്ത് വാവാണ് ഉപയോഗിച്ചത്? വാവുൽ ഹാൽ. സയഅതി ബഅദ ഖലീലിൻ, അവൻ അല്പസമയത്തിനകം അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം വരും. സയഅതി, അവൻ വരും. എന്തിനുള്ളതാണ്? യഅതി എന്നുള്ളത് മുദാരിയാണെന്ന് അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് പറയാ, മുസ്തഖ്ബലാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് സാ ഉപയോഗിക്കുക. പിന്നെ സായുടെ ഒരു പ്രത്യേകതയാണ് സാ ദൂരത്തല്ല, മറിച്ച് സമീപകാലത്ത്. അതേപോലെ സായ്ക്ക് എന്തുണ്ട്? സ്ട്രെസ്സിങ് ഉണ്ട്, ഇന്നയുടെ അർത്ഥം കൂടെ ഉണ്ട്, തീർച്ചയായും എന്ന അർത്ഥം കൂടി. അതാണ് നമ്മൾ ഒന്നാം പാഠത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. സാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും സമീപഭാവം. ഹി വിൽ കം എന്താ പറയാ, ഇൻ ഫ്യൂ മിനിറ്റ്സ്, ഉടനെ തന്നെ വരും, അല്പസമയത്തിന് ശേഷം വരും. ആഫ്റ്റർ സം ടൈം ഇൻഷാ അല്ലാഹ്. റഅയ്തുഹു, ഞാൻ അവനെ കണ്ടു. വഹുവ യദ്ഖുലു, എന്താ അർത്ഥം? ആസ് ഹി ഈസ് എൻറ്ററിങ്. ആസ് ഹി ഈസ് എൻറ്ററിങ്, വാവുൽ ഹാൽ, അവൻ പ്രവേശിക്കുന്നതായി. അൽ ഹമ്മാമ, എവിടെ? ബാത്റൂമിൽ. അൽ മുദരിസ്. വ ഐന ഹംസത്തു, അപ്പൊ എന്ത് വായാണ്? വാവുൽ ആതുഫ്. ആൻഡ് വേർ ഈസ് ഹംസ? ഖറജ മിനൽ ഫസ്ലി വഹുവ യഹ്മിലു കുതുബഹു. ഖറജ മിനൽ ഫസ്ലി, അവൻ ക്ലാസ്സിൽ നിന്ന് പുറത്തുപോയി. വഹുവ യഹ്മിലു കുതുബഹു, അപ്പൊ മലയാളത്തിൽ എന്താ നമ്മൾ പറയാം? നേരത്തെ പറഞ്ഞ് പ്രവേശിക്കുന്നതായി കണ്ടു. ഇവിടെ എന്താണ്? വഹുവ യഹ്മിലു കുതുബഹു, പുസ്തകങ്ങളും കയ്യിലുണ്ട് എന്നുള്ള അർത്ഥം. പുസ്തകങ്ങളും കൊണ്ട് നേരത്തെ പറഞ്ഞ പുസ്തകം കൊണ്ടാകും. പുസ്തകം കൊണ്ട് പുറത്തുപോയി. പുസ്തകം കൊണ്ട് പുറത്തുപോയി എന്ന് പറഞ്ഞാൽ ബി കുതുബിഹി എന്നല്ല പറയാം. വഹുവ യഹ്മിലു കുതുബഹു, അവന്റെ പുസ്തകം. ശരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആസ് ഹി ഈസ് ക്യാരിയിങ് ഹിസ് ബുക്സ് എന്നാണ്. പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അവൻ പുസ്തകം വഹിച്ചു കൊണ്ടുപോയി എങ്ങനെയാവും പറയാം? പുസ്തകം വഹിക്കുന്നവനായ നിലയിൽ പോയി എന്നാണ് ശരിക്കും മീനിങ്. പുസ്തകങ്ങൾ. അവൻ അന്നഹു റജഅ ഇലൽ മഹ്ജർ. I think he has gone back to the hostel. അന്നഹു റജഅ, അയാൾ മടങ്ങിപ്പോയി. ഇലൽ മഹ്ജരി, ഹോസ്റ്റലിലേക്ക്. മുആവിയത്തു,
റഅയ്തുഹു വഹുവ യദ്ഖുലുൽ മുസ്തൗസഫ. ഞാൻ അവനെ കണ്ടു. എങ്ങനെ കണ്ടു? ക്ലിനിക്കിൽ വഹുവ യദ്ഖുലുൽ മുസ്തൗസഫ. ക്ലിനിക്കിൽ പ്രവേശിക്കുന്ന നിലയിൽ ആയ നിലയിൽ പ്രവേശിക്കുന്നതായ നമ്മളടുത്ത് പറഞ്ഞാൽ പ്രവേശിക്കുന്നതായി കണ്ടു. അപ്പൊ പ്രവേശിക്കുന്നതായി കണ്ടു എന്നുള്ളതിന് വഹുവ യദ്ഖുലു ലഅല്ലഹു മരീദുൻ. അപ്പൊ അതാ ലഅല്ലയുടെ അർത്ഥം ഐ ആം അഫ്രൈഡ് ദാറ്റ് ഹി ഈസ് സിക്ക്. പ്രതീക്ഷിക്കുക, സുഖമില്ലെന്ന് പ്രതീക്ഷിക്കുക. സുഖമില്ല എന്ന് വിചാരിക്കുന്നു. ഐ ആം അഫ്രൈഡ് എന്ന അർത്ഥത്തിലാണ്. അവൻ രോഗിയാണെന്നാണ് തോന്നുന്നത് മലയാളത്തിൽ പറയാം. മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവൻ രോഗിയാണെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് പറയും. ഭാഷയിലുള്ള പ്രയോഗമല്ലേ പറയാൻ പറ്റും. അപ്പോ അവൻ രോഗിയാണെന്നാണ് തോന്നുന്നത് എന്ന ഒരു സങ്കടാവസ്ഥയാണ് പറയുന്നത്. അപ്പൊ ലാല്ലയുടെ വിവേകം. നമ്മൾ പാഠം വായിച്ചു നോക്കുമ്പോൾ നമ്മൾ പോയിന്റ് ഈ പാഠത്തിൽ പറയുന്ന പോയിന്റുകളൊക്കെ എന്തൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇപ്പോഴല്ല, രണ്ടാമത് കേട്ടിട്ട് വായിച്ച് നോക്കുന്നത്. നമ്മൾ ടീച്ചർ ഇത് തരുമ്പോൾ സമ്മറി, പാഠത്തെ സമ്മറി തരുമ്പോൾ അതിനെ കംപ്ലീറ്റ് എല്ലാ സംഭവം ആ പാഠം നിങ്ങൾ നോട്ട്സ് വായിച്ചു നോക്കിയാണല്ലോ. ആ നോട്ട്സിലുള്ള സമ്മറി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നോട്ട്സ് മിക്കവാറും പേര് വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ടീച്ചർ ഇൻട്രൊഡക്ഷൻ തരുന്നത്. അപ്പൊ അതിലെ ഓരോ പോയിന്റും നമ്മൾ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇതിലെവിടെയൊക്കെ വരുന്നു എന്നുള്ളത് നോക്കിയാണ് മാർക്ക് ചെയ്യുന്നത്. ഷഫാഹുല്ലാഹു. അപ്പൊ എന്താണ് ഷഫ എന്നത്? ഫേല്. എന്ത് തരം ഫേലാണ്? ഫേല് മാവിയാണ്. അത് ഇവിടെ എന്ത് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്? മുളാരിയായിട്ട് ഉപയോഗിക്കുന്നത് അല്ല, പ്രാർത്ഥനയായിട്ട്, ദുആ ആയിട്ടാണ് ഉപയോഗിച്ചത്. ദുആ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? എന്താണത്? റളിയ ഫേല് മാവിയാണ്, പക്ഷെ അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതേപോലെ ഷഫാഹുല്ലാഹു എന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹ് അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. മറ്ററിഞ്ഞാൽ മക്കത്തയായ ഇഖ്വാൻ. സഹോദരന്മാരെ, നിങ്ങൾ മക്കത്തിൽ നിന്ന് എന്താണ് എന്നാണ് മടങ്ങിയത്? മക്കയ്ക്ക് എന്താ ഫതഹ് വന്നത്? മിൻ കാരണമായി കസ്ർ കൊടുക്കാഞ്ഞത്? ഖൈർ മുൻസരിഫാണ്. ഈ ശബം കാരണം തൈനീസുള്ള നാമമാണ്. അല്ലെങ്കിൽ താ മർബൂത്ത എന്ന് പറയാം. താ മർബൂത്തയുടെ നാമങ്ങളെല്ലാം ഖൈർ മുൻസരിഫാണ്. മക്ക, ജദ്ദ, പിന്നെ ഹംസ, ഇതെല്ലാം കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്രോപ്പർ നൗൺസ് ഹാവിങ് താ മർബൂത്ത. ഫൈസൽ റജാന മസാ അംസി. അംസി നമുക്കറിയാം. അംസി എപ്പോഴും എന്താണ്? അംസി എന്ന് മാത്രമേ വരുള്ളൂ. മബിനിയാണ്. അംസി മബിനിയാണ്. മബിനിയും അലൽ കസ്റത്തി എന്ന് പറയാം. നേരത്തെ ഒന്നാം പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കുറേശ്ശെ പറഞ്ഞു പോകാം. മബിനിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മബിനിയും അല അയ്യ ഏതിലാണ് മബിനി? മബിനിയും ഖൈർ മുൻസരിഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖൈർ മുൻസരിഫ് എന്ന് പറഞ്ഞാൽ മക്കത്ത, മിൻ മക്കത്ത, കസ്റിന് പകരം ഫതഹ് വരും. തൻവീൻ ഉണ്ടാവുകയില്ല, കസ്റും ഉണ്ടാവില്ല. ബാക്കി ഫതഹും ലമ്മും വരും. അതിപ്പോ ഖൈർ മുൻസരിഫ് എന്ന് പറയും. മബിനി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മാറ്റവും ഇല്ല, ഇവിടെ ഉണ്ടാവും. പിന്നെ മബിനി എന്ന് പറയുമ്പോൾ മബിനിയൻ അല എന്ത് അടയാളത്തിലാണ് മബിനിയാണെന്ന് കൂടെ പറയാം. അപ്പൊ അംസി എന്നേ വരുവുള്ളെങ്കിൽ അംസി മബിനിയൻ അലൽ കസ്റത്തി, കസ്റിന്റെ മേൽ മബിനിയാണ്. തർജാന മസാ അംസി. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ മടങ്ങി. ഖറജ്ന മിൻ മക്കത്ത വശംസു തത്ലുഉ. എന്താ അർത്ഥം? തത്ലുഉ എന്താ അർത്ഥം? തല ഉദിച്ചു. ഉദിച്ചു.
സെയ്ദു സാഹിബ് ഹെഡ്സെറ്റ് ആണോ വെച്ചിരിക്കുന്നത്? അല്ല, ഫോണിന്റെ മൈക്രോഫോണാണ്. ഏ ഒ- ഫോണിന്റെ മൈക്രോഫോണാണ്, ഹെഡ്സെറ്റ് ആണോ അത്? ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാരണ മൈക്രോഫോണാണ്. അതാ മൈക്രോഫോൺ. ഹെഡ്സെറ്റ് ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ഫോൺ ഹെഡ്സെറ്റ് ഇല്ല. വെച്ചിട്ടില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം ഒരു ഹെഡ്സെറ്റ് ഇടുകയാണ്. ആ ഓക്കെ. ഇല്ലെങ്കിൽ സൗണ്ട് അകലെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. ഓക്കെ. അപ്പൊ വശംശു സത്തിലോ, സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കെ ഞങ്ങൾ അവിടെ നോക്കിയിരുന്ന് പുറപ്പെട്ടു. വശംസു സത്തിലോ വസലിന. അപ്പൊ എന്ത് വാവാണ്? വസലയിലെ വാവ്, ആദ്യത്തെ വാവ് എന്ത് വാവാണ്? വാവുൽ ആറ്റഫ്. രണ്ടാമത്തെ വാവ് ഒറിജിനൽ വാവ്. വസലയിലെ വസല എന്ന ക്രിയയുടെ ഭാഗമായ വാവ്. അപ്പൊ 3 വാവും ഇവിടെ ഉണ്ട്. വശംസു തത്തിലോ വസൽന طيبة والناس يخرجون من المسجد النبوي. വസൽന, ഞങ്ങൾ എവിടെ എത്തി? തൈബത്തയിലെത്തി നമ്മൾ. തൈബത്ത് എന്താ? പുണ്യഭൂമി. തൈബത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമെന്നല്ലേ? ശരിക്കും മദീനയുടെ മറ്റൊരു പേരായിട്ടാണ് ഉപയോഗിക്കുന്നത്, തൈബത്ത്. തൈബത്ത് എന്ന് പറയുമ്പോൾ ഗൈർ മുൻസരിഫാണ്. നേരത്തെ പറഞ്ഞ ആ കാറ്റഗറിയിൽപ്പെട്ട ഗൈർ മുൻസരിഫാണ്. അപ്പൊ വസൽന തൈബത്ത എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മൻസൂബാണ്. ഞങ്ങൾ അവിടെ എത്തി എന്ന അർത്ഥത്തിൽ വസൽന തൈബത്ത. നമ്മൾ തൈബത്തിലെത്തി. നിങ്ങളുടെ തൈബത്തിലാണ് തയ്യിബത്ത്, വിശുദ്ധമായ മദീനയിലെത്തി. വിശുദ്ധമായ മദീനയിൽ ഞങ്ങളെത്തി. വന്നാസു യഖ്റുജൂന മിനൽ മസ്ജിദിൻ നബവിയ്യി ബഅദ സ്വലാത്തിൽ ളുഹ്രി. വന്നാസു യഖ്റുജൂന, അപ്പോഴേക്കും എന്തായി? ജനങ്ങൾ പുറപ്പെട്ടുകൊണ്ടിരിക്കെ. മിനൽ മസ്ജിദിൻ നബവിയ്യി, പ്രവാചക മസ്ജിദിൽ നിന്നും. ബഅദ സ്വലാത്തിൽ ളുഹ്രി, സ്വലാത്തുൽ ളുഹറിന്റെ ശേഷം. സ്വലാത്തിന് കസ്റ വരാൻ കാര്യം എന്താണ്? സ്വലാത്തിന് കസ്റ വരാൻ കാര്യം എന്താ? ബാധ വന്നതുകൊണ്ട്, ബാധ മുന്നേ വന്നതുകൊണ്ടല്ലേ? നിർബന്ധം. ബാധ സ്വലാത്തിൽ ളുഹ്രി, ളുഹർ നമസ്കാരം ബാധ മുമ്പേ വന്നതുകൊണ്ട്. ബഴുതയുടെ ബഴുതിലുള്ളതൊക്കെ ഓക്കെ. എന്താ പറഞ്ഞത്? ഇടയ്ക്ക് വേറൊരു അർജന്റ് കോള് വിളിച്ചോണ്ടേയിരിക്കും 2 ഫോണിൽ. നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്. ഈ സമയത്ത് വേറെ ക്ലാസ് വെച്ചിരുന്നു ആദ്യം. അത് മാറ്റിയിട്ടാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് തന്നത്. അപ്പോ വന്നാസ് യഖ്റുജൂന മിൻ മസ്ജിദിൻ നബവി ബഅദ സ്വലാത്തിൽ ളുഹ്രി. സ്വലാത്തിന് കസ്റ വരാൻ കാര്യം എന്താണ്? ബാധ വന്നതുകൊണ്ട്, ബഴുതയ്ക്ക് ശേഷം മുമ്പിൽ വന്നതുകൊണ്ട്. ബാധയുടെ ബാദിൽ വന്നുകൊണ്ട്. ബാധയുടെ ബാദിൽ വന്നുകൊണ്ട്. ബാധയുടെയും കുല്ലിന്റെയും ബാദിൽ വന്നാൽ കുല്ലിനും കസ്റായിരിക്കും. സ്വലാത്തുൽ ളുഹ്രി. അപ്പൊ ളുഹറിന് കസ്റ വരാൻ കാര്യം ഖിലാഫത്ത്. ഇളാഫത്ത്. ളുഹറിന്റെ നമസ്കാരം, ളുഹറിന്റെ നമസ്കാരം എന്ന അർത്ഥത്തിൽ ഇളാഫത്തായിട്ടാണ് വരിക. അൽ മുദരിസ് തഖബ്ബലല്ലാഹ്. അപ്പൊ എന്താ തഖബ്ബലയുടെ അർത്ഥം? തഖബ്ബല ശരിക്കും എന്താണ്? ഫേല് മാവിയാണ്. പ്രാർത്ഥനാരൂപ. സ്വീകരിച്ചു.
അല്ലാ, തഖബ്ബൽ അല്ലാ. അപ്പൊ പ്രാർത്ഥനാ രൂപമാണ്. അതേപോലെ ഒരു ആശംസ പദവും കൂടിയാണ്. അവരെ ആശംസിക്കുകയാണ്, അതേപോലെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇസ്ലാമിലെ എല്ലാ സംഗതിയും അങ്ങനെയാണ്. അവരെ ആശംസ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതൊരു ഒരു പ്രാർത്ഥനാ രൂപമായിട്ട് ഉണ്ടാവും. അതില്ലാത്തൊരു ആശംസ അത് എന്തല്ല, ശരിയല്ല, മറിച്ച് എന്താണ്, എപ്പോഴും അത് പ്രാർത്ഥനാ രൂപമായിരുന്നു. തഖബ്ബൽ അല്ലാഹു ഉംറതക്കും, അള്ളാഹ് നിങ്ങളുടെ ഉംറ സ്വീകരിക്കട്ടെ. തുല്ലാബ് ആമീൻ ആമീൻ. അപ്പൊ എന്ത് ചെയ്തു? സ്റ്റുഡൻസ് ആമീൻ പറഞ്ഞു. ആമീൻ എന്ന് പറഞ്ഞ എന്താ? സ്വീകരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ്. അതിന് മാളി മുതാരി വേറെ ഒന്നുമില്ല. ഇത് അമ്ര ഫോമല്ല. പ്രാർത്ഥന എല്ലാം എന്താണ്? അമ്ര ഫോർമാറ്റ്. അപ്പൊ ആ ഫോർമാറ്റ് അല്ലാതെ അത് വേറെ ഒന്നുമില്ല. ആമീൻ എന്നത് എന്താണ്? മബിനിയാണ്. المدرس اقرأ الحديث المكتوب على السبورة يا معاوية. اقرأ الحديث المكتوب على السبورة. ബോർഡിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഹദീസ് വായിക്കൂ. മാവിയത്തു യഖിഫു യഖ്റഉ. അപ്പൊ എന്താ യഖിഫു യഖ്റഉ? വായുടെ അർത്ഥം എന്താ? അയാള് നിൽക്കുകയും വായിക്കുകയും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ശരിക്കും ഇവിടെ എന്താണ്? അവൻ വായിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൻ നിന്നുകൊണ്ട് വായിക്കുന്നു. നിന്നുകൊണ്ട് വായിക്കുന്നത് യഖിഫ് എന്നല്ലേ വരേണ്ടത്. വായിച്ചുകൊണ്ട് എന്തായിരുന്നാലും അത് ആ ആശയമാണ്. വായിക്കുകയും നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള വാവുകൾ അത്തുഫല്ല. ആള് വാവിൽ അത്തുഫല്ല, ഹാലാണ്. നിന്നുകൊണ്ട് വായിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. നിന്നുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിന്ന് വായിക്കുന്നു എന്നാണ്. അവൻ വായിക്കുകയും നിൽക്കുകയും ചെയ്യുന്നു എന്നല്ല. വായിക്കുകയും നിൽക്കുകയും ചെയ്യുന്നു എന്നല്ല ശരിക്കും. അവൻ നിന്നുകൊണ്ട് വായിക്കുന്നു. അയാൾ എഴുന്നേറ്റ് നിന്ന് വായിക്കുന്നു എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അവൻ എഴുന്നേറ്റ് നിന്ന് വായിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ മുദരിസ് യഖ്റഅ വഅൻത ജാലിസുൻ. അപ്പൊ എന്താണ്? മറ്റേത് യഖിഫു യഖ്റഅ എന്നുള്ളത് ഹാലാണ്. തിരിച്ച് എന്ത് പറയുന്നു? യഖ്റഅ വഅൻത ജാലിസുൻ, നീ ഇരുന്നു കൊണ്ട് വായിക്കൂ. യഖ്റഅന്റെ ഇതിനെന്താണ് ഹംസലാഞ്ഞത്? ആദ്യത്തെ അക്ഷരത്തിന് ഫേലിൽ അമ്ര ഫേലല്ല, ഫേലിൽ അമ്ര. ചിലപ്പോ നമ്മൾ പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചു പറയണം. ഫേലിൽ അമ്ര, ഫേലിൽ മാവി, ഫേലിൽ മുളാരി, അങ്ങനെയാണ്. അൽ ഫേലിൽ മുളാരി, അൽ ഫേലിൽ അമ്ര. വാൻത ജാലിസ്, നീ ഇരുന്നുകൊണ്ട് വായിക്കൂ. അപ്പോ ഫേലിൽ അമ്രമേന് വേണ്ടി മാത്രം ചേർക്കുന്ന അലിഫ് എപ്പോഴും എന്താണ്? ഹംസത്തുൽ വസ്ലാണ്. അതിന് എന്തില്ല? ഹംസ ഉണ്ടാവില്ല. അഞ്ചല ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്ക് അതിന് ചെറിയ ഒരു എന്തുണ്ട്? ഒരു മാറ്റം ഉണ്ടാവും. കാരണം അഞ്ചലയുടെ അപൂർണക്രിയ യുൻസിലു എന്നാണ്. അപ്പൊ യുൻസിലു എന്നതിനെ കൽപ്പനയാക്കുമ്പോൾ അഞ്ചിൽ എന്നാണ് കൽപ്പനയാക്കുന്നത്. അവിടെ ഹംസിനെ തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. മാളിയിൽ ഉണ്ടായിരുന്ന ഹംസിനെ തിരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അവിടെ ഒറിജിനൽ ഹംസിറ്റ ആയിട്ട് ഉപയോഗിക്കുന്നത്. അഞ്ചിൽ എന്നാണ് വരുന്നത്. അപ്പൊ അതിന് ഹംസ ഉണ്ടാവും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും, അതായത് അഞ്ചല ഗ്രൂപ്പിൽ ഏത് ക്രിയ ആണെങ്കിലും അതിന് ഹംസ ഉണ്ടാവും. ബാക്കി ഒന്നിലും കൽപ്പനക്രിയയ്ക്ക് വേണ്ടി ചേർത്ത അലിഫിന് ഹംസ ഉണ്ടാവും. വാന്ത ജാലിസുൻ ഉരീദു അൻ അഖ്റഅ വഅന വാഖിഫുൻ. അപ്പൊ മുആവിയത്ത് എന്ത് പറഞ്ഞു? ഉരീദു അൻ അഖ്റഅ വഅന വാഖിഫുൻ, ഞാൻ നിന്നുകൊണ്ട് വായിക്കാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ,
ഉരീദു അൻ അഖറഅ. അപ്പൊ അൻ എന്താണ് ശരിക്കും? നസ്ബ് ചെയ്യുന്ന പദമാണ് അല്ലെ? നസ്ബ് ചെയ്യുന്ന ആൾക്ക് അറബിയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നാസിബ്. കേട്ടാ, നാസിബ്. അപ്പൊ ഹർഫ് നാസിബാണ്, നസ്ബ് ചെയ്യുന്ന ഹർഫാണ്. ഇസ്മ ഫെയില് ഹർഫ് അറിയാമല്ലോ. അപ്പം നമ്മൾ പഠിച്ച ലീമിനൽ മഅ, അതേപോലെ ലീമിനൽ മഅ, ബി ഫിഅല ഇല, അതേപോലെ ഇല്ലം ലമ്മ ലാമുൽ അംർ ലാ അന്നാഹിയ, ഇതെല്ലാം എന്താണ്? ഹർഫുകളാണ്. ഇതെല്ലാം ഹർഫ്, പാർട്ടിക്കിൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ അന്നും എന്താണ്? നമ്മള് പ്രത്യേകം എടുത്ത് പഠിച്ച അദവാത്തുകളുണ്ടല്ലോ. അദവാത്ത് എന്താ? അദാത്ത് എന്ന് പറഞ്ഞ ടൂള്, അദവാത്ത് ടൂളുകൾ. ഈ ടൂൾസ് എല്ലാം എന്താണ്? ബഹുഭൂരിപക്ഷവും ഹർഫുകളാണ്. പിന്നെ വന്ന കാനയും സഹോദരിമാരും എന്താണ്? കാന ഒരു ഫെയിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കൊണ്ട് അറിയാം. കാനയും സഹോദരിമാരും ഫെയിലുകളാണ്. ഓക്കെ. അതേസമയം ലഅല്ല എന്നത് എന്താണ് നമുക്ക് പറയുന്നത് കേട്ടാ. എല്ലാം കൂടെ നമ്മൾ പറഞ്ഞാൽ ശരിയാവും. എല്ലാം കൂടെ പറഞ്ഞാൽ ഒന്നാം പാഠം പഠിച്ച പോലെയാവും. ഓക്കെ. അപ്പൊ എന്താണ് ഇവിടെ നാസിബ് വന്നാൽ അഖറഅ എന്ന് പറഞ്ഞ ഫെയില് അവസാനം എന്ത് ചെയ്തിരിക്കുന്നു? നസ്ബ് വന്നു അല്ലെ? ഉരീദു അൻ അഖറഅ, ഫെയില് മുളാരി ആയതുകൊണ്ട് അവസാനം നസ്ബ് വന്നു. ഇപ്പൊ നസ്ബ് വന്ന ക്രിയക്ക് എന്ത് പേര് പറയും? നസ്ബ് വന്ന ക്രിയക്ക് മൻസൂബ് എന്ന് പറയും. മറ്റത് എന്താണ്? അൻ നസ്ബ് ചെയ്യുന്നയാള്. നസ്ബ് ചെയ്യുന്നയാള് നാസിബ്. നസ്ബ് ചെയ്യപ്പെട്ടത് ആർക്കാണ്? ഫെയിലിനാണ്. ആ ഫെയിലിന് മൻസൂബ് എന്ന് പറയും. ചേട്ടന്മാരും തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ പാഠം പഠിക്കാൻ. അങ്ങനെ കുറെ ടെക്നിക്കൽ പേരുകളാണ് അതിനകത്തുള്ളത്. അപ്പൊ അന്ന് കുറേശ്ശെ നമ്മൾ പറഞ്ഞു പോയാൽ പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗപ്പെടും. അപ്പൊ ഉരീദു അൻ അഖറഅ വ അന വാഖിഫുൻ. അതുകൊണ്ടാണ് മുമ്പ് നമ്മൾ പറഞ്ഞ നസ്ബ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഫത്ഹ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു, സുക്കൂൻ ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇനി സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വ അന വാഖിഫുൻ, ഞാൻ നിൽക്കുന്നവനായ നിലയിൽ വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അൽ മുദരിസ് കമാ തശാ, കമാ തശാ എന്താ അർത്ഥം? ആസ് യു ലൈക്ക്. കമാ എന്ന് പറഞ്ഞാൽ പോലെ, തശാഉ എന്ന് ഉദ്ദേശിച്ചു, യു ലൈക്ക്, ആസ് യു ലൈക്ക്. ആവിയ عن جابر رضي الله عنه قال رأيت النبي صلى الله عليه وسلم وهو في المسجد فقال صل ركعتين. عن جابر, ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇവിടെ അൻ എന്ന് പറഞ്ഞാൽ അവിടെ സംഭവം കുറച്ച് സംഗതി വിട്ടിട്ടുണ്ട്. ഇവിടെ മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞില്ലേ? ഈ മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസ് ശരിക്കും തുടങ്ങുന്നത് എങ്ങനെയാണ്? റവൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു എന്നാണ്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ റവൽ ബുഖാരിയു വ മുസ്ലിം, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു. അവരെവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അൻ ജാബിരിൻ, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് എന്നാണ് നമ്മൾ അന്നിന് ശരിക്കും പദാർത്ഥം പറയുന്നത്, അതിന്റെ വാക്കർത്ഥം പറയും, ഭാഷാർത്ഥം പറയും. പക്ഷെ ഹദീസിന് റവാ എന്നതിന്റെ കൂടെ വരേണ്ട ഒരു പ്രിപ്പോസിഷനാണ് അൻ. അതുകൊണ്ടാണ് അൻ ജാബിരിൻ. ബാക്കി നമ്മൾ ഈ ഹദീസിന്റെ എന്താ പറയാ, ഹദീസിന്റെ ദൈർഘ്യം കുറയ്ക്കുന്നതിന് വേണ്ടി പണ്ഡിതന്മാർ ചെയ്ത ഒരു രീതിയാണ് ഈ ആദ്യം പറഞ്ഞതൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, അൻ മുതൽ തുടങ്ങുകയും
അവസാനം ഇതിന് രണ്ടിനും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ടെക്നിക്കൽ വാക്ക് കണ്ടെത്തുകയും ചെയ്തു. റവൽ ബുഖാരിയോ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുത്തഫഖുൻ അലൈഹി എന്നാണ്. അതായത് ഈ രണ്ട് മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളും ഈ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസ് ഗ്രന്ഥങ്ങളും തമ്മിൽ ഒരു 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 പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാല്, ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? സഹീഹുൽ ബുഖാരി എന്നാണ്. സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി സഹീഹായി പ്രഖ്യാപിച്ച ഹദീസുകൾ എന്നാണ്. അപ്പൊ ലഈഫുൽ ബുഖാരി വേറെ ഉണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലേ? കേട്ടിട്ടുണ്ടോ? ഇപ്പോഴെങ്കിലും കേൾക്കുക. ലഈഫുൽ ബുഖാരി വേറെ ഉണ്ട്. ദുർബലമായിട്ടുള്ളത്, അങ്ങനെ ദുർബലായിട്ടുള്ള ഹദീസുകൾക്ക് ദുർബലമായ ഹദീസ്, ഇമാം ബുഖാരി ദുർബലമാക്കിയ ഹദീസുകൾ വേറെ ഉണ്ട്. ഇമാം ബുഖാരി സഹിഹായ ഹദീസുകൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാല് സാധാരണ മുസ്ലിങ്ങളുടെ കയ്യിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ വായിക്കുന്ന ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. അതേപോലെ മുസ്ലിമിന്റെ ഗ്രന്ഥമാകുമ്പോഴോ സഹീഹ് മുസ്ലിമാണ്. ബാക്കി എല്ലാ ഗ്രന്ഥത്തിന്റെയും ഹദീസ് ഗ്രന്ഥങ്ങളുടെയും അവസാനം അവരെന്ത് ചെയ്തിട്ടുണ്ട്? സഹീഹാണ്, ലഈഫാണ്, ഹസനാണ് എന്ന് അതിന്റെ ഗ്രേഡ് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളും മറ്റൊന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഹദീസ് ഗ്രന്ഥത്തിന്റെ ഇത് പറയുമ്പോൾ മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ഇത്തഫഖ അലാ സിഹ്ഹതിഹി എന്നാണ്. ആ രണ്ടുപേരും ഇതിനെന്ത് ചെയ്തിരിക്കുന്നു? ഇത് ശരിയാണ് എന്ന് അംഗീകരിച്ചിരിക്കുന്നു, ശരിയാണ് എന്ന് അവര് എന്ന കാര്യത്തിൽ അവർ യോജിച്ചിരിക്കുന്നു. ഇത്തഫഖ എന്ന് പറഞ്ഞാൽ യോജിച്ചു. മുത്തഫഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹദീസ് മുത്തഫഖ, ഈ ഹദീസ് സഹിഹാണ് എന്ന കാര്യത്തിൽ ഏകോപിക്കപ്പെട്ടതാണ്, ഏകാഭിപ്രായപ്പെട്ടതാണ് മുത്തഫഖ്. അപ്പോൾ ഇതിന്റെ എന്താണ് കർമ്മത്തിന്റെ രൂപത്തിലുള്ളത്. എന്താണ് സംഗതി മനസ്സിലായല്ലോ? ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാല് നമ്മള് റവൽ ബുഖാരിയു മുസ്ലിമുൻ അൻ, അപ്പൊ എന്താണ് റവയുടെ കൂടെ വരേണ്ട ഒരു പ്രിപ്പോസിഷനാണ് അൻ. അതുകൊണ്ടാണ് ഹദീസുകൾ അൻ മുതൽ തുടങ്ങുന്നത്. പിന്നെ ഹദീസിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അൻ ജാബിറിൻ എന്ന് പറഞ്ഞാൽ ജാബിർ റളിയല്ലാഹു അൻഹു എന്നല്ല ഇമാം ബുഖാരി കേട്ടിരിക്കുന്നത്. ഇമാം ബുഖാരി ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പറഞ്ഞു കൊടുത്ത ആള് മുതൽ ജാബിർ വരെയുള്ള ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് എന്റെ കൂടെ മനസ്സിലാക്കേണ്ട സംഭവം. അപ്പൊ അത് ഹദീസിന്റെ ദൈർഘ്യം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മളെ പോലുള്ള ആൾക്കാർ, നമ്മൾ എന്താണ് ഹദീസ് വായനക്കാരാണ്, നമ്മൾ ഹദീസ് പഠിക്കുന്നില്ല. ഹദീസ് പഠിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഖുർആൻ പഠനം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ എന്താ പറയാ തഫ്സീർ വ്യാഖ്യാനിച്ച് പോകുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഹദീസ് പഠനം എന്ന് പറയുന്നത് നമ്മൾ ഹദീസ് വായിക്കുക മാത്രം ചെയ്യുന്നു. ഖിറാഅത്തല്ല ഉദ്ദേശിച്ചത്, ഹദീസ് വായിക്കുന്നു, ഈ ഹദീസിൽ പറഞ്ഞ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഹദീസ് പഠനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ആരിൽ നിന്നാണ് കേട്ടിരിക്കുന്നത്, അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു, എങ്ങനെയാണ് ഇമാം ബുഖാരി ഇത് കിട്ടിയത്, അദ്ദേഹം ആ നാട്ടിൽ അന്ന് ജീവിച്ചിരുന്ന ആളല്ലല്ലോ എന്നൊക്കെയുള്ള അത് പറയാനുള്ള കാരണം ഹദീസിന്റെ സ്വീകാര്യ യോഗ്യത അല്ലെങ്കിൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയിരിക്കണോ, ഈ കാര്യങ്ങൾ അറിഞ്ഞാലേ പറ്റുള്ളൂ. അങ്ങനെ ഓരോ സംഗതികളുണ്ട്, അതുകൂടെ മനസ്സിലാക്കിയിരിക്കുക കൂട്ടത്തിൽ. വക്കാല അപ്പൊ എന്തായി റളിയല്ലാഹു അൻഹു, അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുമാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്. അപ്പൊ നിവേദനം നമ്മൾ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം എന്ന് പറഞ്ഞാൽ എന്താ? ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നു എന്നാണ്. അതിന് പകരമാണ് അവിടെ ഇമാം ബുഖാരിയുടെ പേര് പറയുന്നതിന് പകരമാണ് താഴെ ബുഖാരി മുസ്ലിം എന്ന് പറയുന്നതിന് പകരമാണ് താഴെ മുത്തഫഖുൻ അലൈഹി എന്ന് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം നിവേദനം ചെയ്യുന്നു, അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്നു ഖാൽ. അപ്പൊ ആര് പറഞ്ഞു? ഖാല അദ്ദേഹം പറഞ്ഞു. ഏത് അദ്ദേഹം പറഞ്ഞു? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. റഅയ്തു നബിയ്യ, റഅയ്തു അൻ-നബിയ്യ. അപ്പൊ റഅയ്തു കഴിഞ്ഞതിന് ശേഷം മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് ഈ ആരുടെ അടുക്കൽ ആരെ കണ്ടു എന്ന് ഉപയോഗിക്കുന്നത്. റഅയ്തു അല്ല അത്തയ്തു നബി, ആരുടെ അടുക്കൽ വന്നു എന്നത് വരുന്നത് എന്താണ്? മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത്തയ്തു നബിയ്യ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം.
വഹുവ ഫിൽ മസ്ജിദി. എന്താർത്ഥം? നബി അദ്ദേഹം മസ്ജിദിലായിരിക്കെ. മസ്ജിദിലായിരുന്നു. പള്ളിയിലായിരിക്കെ. അതെ, പള്ളി എന്നൊരു സ്യൂട്ടബിൾ ആയുള്ള പ്രയോഗമല്ല. അതുകൊണ്ട് നമ്മൾ കഴിവതും എന്ത് ചെയ്യുക, മസ്ജിദായിട്ട് ഉപയോഗിക്കുക. കാരണം പള്ളി വേറെയുണ്ട്. പള്ളിയും പള്ളിക്കൂടം അറിയാമല്ലോ. പള്ളിയും പള്ളിക്കൂടവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അല്ലേ? അപ്പൊ പള്ളി എല്ലാം ബുദ്ധന്മാരുടേതായിരുന്നു. അവിടെ ബുദ്ധന്മാരാണ് എന്ത് ചെയ്തത്? കൂടം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് അവിടെ പള്ളിക്കൂടം വന്നെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് അങ്ങനെ ഒരു പോക്കിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കഴിവതും മസ്ജിദായിട്ട് ഉപയോഗിക്കുക. അതേപോലെ മോസ്ക് എന്ന പ്രയോഗവും സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ് പണ്ഡിത മതം കേട്ടോ. വക്കാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലി റകഅത്തൈൻ. അദ്ദേഹം മസ്ജിദിലായിരിക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലി റകഅത്തൈൻ, നീ 2 റകഅത്ത് നമസ്കരിക്കും. വാവുൽ ഹാൽ എന്നാണ് നമ്മുടെ വിഷയം. അതോടൊപ്പം നമ്മൾ കുറെ കൂടെ കാര്യങ്ങൾ പഠിക്കുക. വെറുതെ അറിവ് പഠിച്ച് പോയിട്ട് കാര്യമില്ല. നമ്മൾ ഹദീസ് പഠിക്കുമ്പോൾ അതിന്റെ കുറെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരുന്നാൽ അതും കൂടി നമ്മൾ എന്താവും, അപ്പോഴാണ് നമ്മൾ എന്താവുക, ഒരു അറിവുള്ളവന്റെ അറിവിലെത്തുക. അൽ മുദരിസ് അഷ്റഹ് ലക്കും ഉദ്ദർസൽ ആൻ. അപ്പൊ എന്താ അഷ്റഹു? അഷ്റഹു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വിശദമാക്കി. സ്വീകരിക്കുകയാണ് അദ്ദർസ, പാഠത്തെ, അൽ ആൻ, ഇപ്പോൾ. ഫസ്മഊ, കേട്ടോളി. വലാ തക്തുബൂ ശൈഅൻ വഅന അശ്റഹു. ഇപ്പൊ മനസ്സിലായി? നിങ്ങളൊന്നും വരയ്ക്കരുത്, എഴുതണമെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന്. ഞാൻ കണ്ടുപിടിച്ചല്ല അത്. ഞാൻ ശരിക്കും എന്റെ മൈൻഡിൽ പറഞ്ഞതാണ്. ഇതൊന്നും ഞാൻ വായിച്ചിട്ടില്ല അന്ന്. വലാ തക്തുബൂ ശൈഅൻ, ഡോണ്ട് റൈറ്റ് എനിത്തിങ്. വഅന അശ്റഹു, വാവുൽ ഹാൽ, while I am explaining. ഞാൻ വിശദീകരിച്ചു കൊണ്ടിരിക്കുക, നിങ്ങളൊന്നും എഴുതരുത്. അപ്പോ 2 സംഗതി ഒരുമിച്ച് നടക്കൂലെന്ന്. കൽബൈനി ഫി ജോഫി, ഒരാളുടെ മനസ്സിലും ഒരാളുടെ ഉള്ളിലും 2 കൽബ് കൊടുത്തില്ലെന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ 2 കൽബില്ല. ഒരു കൽബ് ഉണ്ടെങ്കിൽ ഒരു വിഷയമേ അവന് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ എഴുതുക, അല്ലെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ പറയുന്ന ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ എഴുതുന്നത് എന്തായിരിക്കും? പറയുന്നതായിരിക്കില്ല എഴുതുന്നത്, പറഞ്ഞു കഴിഞ്ഞതിനെയാണ് എഴുതുന്നത്. അല്ലേ? നേരത്തെ പറഞ്ഞു കഴിഞ്ഞതിനെയാണ് എഴുതുന്നത്. അപ്പൊ പറയുന്നത് വേറൊരു സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ അയാൾ ഇപ്പൊ പറയുന്നതിനെ കേൾക്കും, എഴുത്ത് നടക്കില്ല, അല്ലെങ്കിൽ ഇയാൾ എഴുതുന്ന നടക്കും, പറയുന്നത് കേൾക്കും. വലാ തക്തുബൂ ശൈഅൻ വഅന അശ്റഹു. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളൊന്നും എഴുതരുത്. ഫസ്മഊ, കേട്ടോ. തഅതിൽ വാവു ലിമആനിൻ കസീറത്തി. എന്താർത്ഥം? വാവ് വരും ലിമആനിൻ. നേരത്തെ പറഞ്ഞു മഅനയുടെ ബഹുവചനമാണ് മആനിൻ. ഒറ്റയ്ക്ക് വരുമ്പോൾ മആനിൻ എന്നാണ് വരിക. അല്ലില്ലാതെ വരുമ്പോൾ മആനിൻ എന്നാണ് പേര്. എന്താ പറയാ, നെക്കരയായിട്ട് വരുമ്പോൾ മആനിൻ എന്നാണ് വരിക. ലിമആനിൻ, അത് പല അർത്ഥത്തിൽ വരും. കസീറത്തിൽ, പല അർത്ഥത്തിൽ വരും, ധാരാളം അർത്ഥത്തിൽ വരും. മിൻഹ അൽ ആതുഫു, അതിലൊന്നാണ് ആതുഫ്, ബന്ധപ്പെടുത്തൽ, കണക്ട് ചെയ്യൽ, കണക്ട് ചെയ്യൽ. നഹ്വ് ഖറജ സുബൈറു വ ഹാമിദുൻ. സുബൈർ പോയി, വ ഹാമിദുൻ, ഹാമിദും. അപ്പോ വാവുൽ ആതുഫ്. ദറസ്നൽ യൗമ സീറത വൽ ഫിഖ്ഹ. ദറസ്നൽ യൗമ സീറത വൽ ഫിഖ്ഹ. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? സീറത്ത് പഠിച്ചു. സീറത്ത് എന്താണ്? ഹദീസ്. സീറത്ത് എന്ന് പറഞ്ഞാൽ ഹദീസാണോ? ചരിത്രം.
സീറത്ത് എന്ന് പറഞ്ഞാൽ സീറത്ത് നബവി എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. സീറത്ത് നബവി. സീറത്ത് നബി എന്ന് പറഞ്ഞാൽ നബി ചരിത്രം. അപ്പോ ചരിത്രത്തിന് എന്ത് പേര് പറയും? എന്ത് വാക്ക് പറയും? താരീഖ്. താരീഖ് ചരിത്രം. അപ്പൊ ഇന്ന് നമ്മള് സീറയും പഠിച്ചു, ഫിഖ്ഹും പഠിച്ചു. അപ്പൊ വാവ് എന്താണ്? വാവൽ ആതഫ്. അത്തഫ്. അക്കൽത്തു വ ശരീബ്തു. അക്കൽത്തു വ ശരീബത്തു. അപ്പോ ശരീബത്തു എന്ന് പറയുമ്പോഴത്തേക്ക് കൽക്കലത്താക്കി പറയണം. അത് ഖുറാനിൽ മാത്രമേ നിർബന്ധമുള്ളൂ. അത് ഭാഷ പറയുമ്പോൾ കൽക്കലത്ത് എന്തില്ല, നിർബന്ധമില്ല. അക്കൽത്തു ശരീബ്തു എന്നൊക്കെ പറയാം, കുഴപ്പമില്ല. നമുക്ക് ഖുറാൻ പഠിക്കുന്ന പഠിതാക്കളായതുകൊണ്ട് കൽക്കലത്താക്കി പറയാം. അപ്പൊ നമുക്ക് ഖുറാൻ വായിക്കുമ്പോഴും തെറ്റുണ്ടാവില്ല. അക്കൽത്തു ശരീബത്തു, ഞാൻ തിന്നുകയും കുടിക്കുകയും ചെയ്തു. അപ്പൊ വാവൽ ആതഫ്. വമിൻഹ അൽ ഖസം. വമിൻഹ അതിൽപ്പെട്ടതാണ് അൽ ഖസം. ഈ വാവ്, വമിൻഹയുടെ വാവ് എന്താണ്? നമുക്ക് വേണമെങ്കിൽ വമിൻഹ അതിൽപ്പെട്ടതുമാണ് എന്ന് പറയാം. പക്ഷെ വാവ് ഇസ്തിനാഫി എന്ന് പറഞ്ഞ് വേറൊരു വാവ്, സെന്റൻസിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാവ് വേറെ. ഇത്രയും വാവ് പഠിച്ചിരിക്കുക, നിങ്ങൾ അതിന് കേട്ടിരിക്കുക. ഇത് പറയാത്ത വാവുകൾ വേറെയുമുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഈ പറയുന്നത് മാത്രമല്ല വാവുകൾ. ഇവിടെ പറഞ്ഞല്ലോ, തഅത്തിൽ വാവുലി മആനിൻ കസീറത്തിൻ, ഫോർ സെവറൽ മീനിങ്. 1, 2, 3 ഒന്നുമല്ല വാവ്, കുറെ അധികം വാവുണ്ട്. വമിൻഹ അൽ ഖസമു, അതിൽപ്പെട്ടതാണ് അൽ ഖസം. എന്താണ്? സത്യം ചെയ്യൽ. നഹ്വ്. നഹ്വ് എന്ന് പറഞ്ഞാൽ എന്താ? പോലെ. വല്ലാഹി മാ റഅയ്തുഹു, എന്താ അർത്ഥം? വാവുൽ ഖസമാണ്, സത്യം ചെയ്യാനുള്ള വായാണ്. അതുകൊണ്ടാണ് കസ്ർ വന്നത്. സത്യം ചെയ്യാനുള്ള വാവിന് ശേഷം കസ്ർ വരും നമുക്കറിയാം. വല്ലാഹി മാ റഅയ്തുഹു. അപ്പൊ എന്താണ്? വാവുൽ ഖസമാണ്. വാവുൽ ഖസമി, അവിടെ വാവ്, ആദ്യത്തെ വാവ് ആൻഡ് രണ്ടാമത് വാവ് എന്ന വാക്കാണ്. അപ്പൊ അതിൽ വന്ന വാവക്ഷരങ്ങളെല്ലാം ഒറിജിനൽ പദത്തിന്റെ ഭാഗമാണ്. അപ്പൊ വാവുൽ ഖസമി മിൻ ഹുറൂഫുൽ ജർരി, അതെന്താണ്? ഹർഫ് ജറിൽപ്പെട്ടതാണ്, ഹുറൂഫുൽ ജറിൽപ്പെട്ടതാണ്. നമ്മളെന്ത് പറഞ്ഞു മലയാളത്തില്? കസ്ർ വരുത്തുന്ന പദങ്ങൾ, ഇത് കാരണമായ കസ്ർ വരും. അപ്പൊ അതിന്റെ എന്താ പേര്? ഹുറൂഫുൽ ജർ. ഹുറൂഫുൽ ജർ. ഇതൊക്കെ ഇത് പറയുന്ന ടെക്നിക്കൽ വാക്കുകളൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് പാഠം ഒന്ന് പിന്നീടെങ്കിലും വായിച്ചു നോക്കി എളുപ്പമായി. മിൻ ഹുറൂഫുൽ ജർരി, അത് കസ്ർ വരുത്തുന്ന പദങ്ങളിൽപ്പെട്ടതാണ്. വമിൻഹ അൽ ഹാൽ, അതിൽപ്പെട്ടതാണ് ഹാൽ. അപ്പൊ ഒന്ന് പറഞ്ഞു മിൻഹ അൽ ആതുഫ്, ആ കസീറത്തിൽപ്പെട്ടതാണ് അൽ ആതുഫ്. വമിൻഹ, ആ കസീറത്തിൽപ്പെട്ടതാണ് അൽ ഖസം, സത്യം ചെയ്യൽ. വമിൻഹ അൽ ഹാൽ, അതിൽപ്പെട്ടതാണ് അൽ ഹാൽ, സിറ്റുവേഷൻ പറയുന്നത്. നഹ്വ്. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫിൽ മസ്ജിദ്, അദ്ദേഹം മസ്ജിദിലായിരിക്കെ എന്ന് പറഞ്ഞ വാവ് എന്താണ്? ഹാല. ഐ, ഐ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതും ഐ എന്നുള്ളത്? ഇംഗ്ലീഷിൽ ഐ എന്ന് എഴുതൂലേ? ഞാനല്ല, അല്ലാതെ ഒരു ഐ ഉണ്ടല്ലോ. ഐ വിച്ചാണോ? എന്താ സ്പെല്ലിംഗ് ഐ എന്ന് എഴുതുമ്പോൾ? ഐ ഇ, അങ്ങനെ ഐ ഇല്ലേ? ആ, ഐ ഇ എന്നൊരു ഐ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ അല്ല, ദാറ്റ് മീൻസ്. ഐ ഇ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ്, അതായത്.
ആ അതായത് അറബിയിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. ഐ അയ്യാണ് ഇവിടെ പറഞ്ഞത്. അറബിയിൽ നിന്ന് കോപ്പി അടിച്ചതായിട്ട് ഇംഗ്ലീഷുകാർ സമ്മതിക്കില്ല. കാരണം അറബി ജനറലായിട്ട് എന്ത് ചെയ്തു? ലെൻഡ് ചെയ്തു, എല്ലാവർക്കും കൊടുത്തപ്പോ ഇംഗ്ലീഷുകാർ വാങ്ങിയത് എവിടെ നിന്നാണ്? ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നാണ് വാങ്ങിയത്, ഡയറക്റ്റ് വാങ്ങിയതല്ല. മനസ്സിലായി? ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ, കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങിയതല്ല. അപ്പൊ കമ്പനി നേരിട്ട് വാങ്ങാത്തതുകൊണ്ട് ഇംഗ്ലീഷുകാർ ഞങ്ങൾ അറബിയിൽ നിന്ന് വാങ്ങിയാണെന്ന് പറയും. അപ്പൊ അതിൽപ്പെട്ട ഒരു വാക്കാണ് ഐ. അങ്ങനെ ഒരുപാട് വാക്കുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് യൂറോപ്പ് സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കനപ്പെട്ട പുസ്തകമാണ്. നമ്മുടെ ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവായ ഡോക്ടർ വി അബ്ദുറഹീം, അദ്ദേഹത്തിന്റെ ഒരു വലിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് യൂറോപ്പ് സ്പീക്സ് അറബിക് എന്നാണ്. ഇതുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. യൂറോപ്പ് സ്പീക്സ് അറബിക് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഒരു കനപ്പെട്ട പുസ്തകം. അപ്പോ യൂറോപ്പിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിലുള്ള വാക്കുകളാണ്, അത് അറബിയിലുള്ള വാക്കുകളാണ്. അതായത് അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമല്ല, വേറെയും പല ലാംഗ്വേജ് അറബി വാക്കുകൾ ഉപയോഗിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ഐ. ഐ എന്ന് പറഞ്ഞാൽ അതായത്. അപ്പോ റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫിൽ മസ്ജിദി എന്ന് പറഞ്ഞാൽ ഐ, അതായത് ഹാല കൗനിഹി. കൗൻ എന്താണ്? കൗനിന്റെ മാറി എന്താ? ഫേല് മാറി. കാനയുടെ ഫേല് മാറി കൗവനെയാണ്. സോറി, കൗനിന്റെ ഫേല് മാറി. പക്ഷെ ഇപ്പൊ പറഞ്ഞു, ഞാനിപ്പോ പറഞ്ഞു കേട്ടില്ലേ? കൗവനെന്നാണ് പറഞ്ഞത് ഞാൻ. കൗനിന്റെ ഫേല് മാറിയാണ് കാന. കാനയുടെ ക്രിയാധാരം എന്താ? മക്കൂനും കൗനും ആകൽ. ഹാല കൗനിഹി, അവനായിരിക്കുന്നതായ അവസ്ഥയിൽ. അവന്റെ ആകലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവനായിരിക്കുന്ന അവസ്ഥ. അതായത് അദ്ദേഹം ഫിൽ മസ്ജിദി, മസ്ജിദിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ. റഅയ്തുൽ ഹസന വഹുവ യഖ്റുജു എന്ന് പറഞ്ഞാൽ മിനൽ 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 മഖ്സിഫി വഹുവ യഖ്റുജു മിനൽ മഖ്സിഫി. എന്താണ്? റഅയ്തുൽ ഹസന വഹുവ യഖ്റുജു മിനൽ മഖ്സിഫ്. എന്താണ്? അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? വഹുവ യഖ്റുജു, അവൻ പുറത്തു വരുന്നതായ നിലയിൽ. എവിടെ നിന്ന്? മിനൽ മഖ്സിഫ്. മഖ്സിഫ് എന്ന് പറഞ്ഞാൽ കഫറ്റേരിയ. കഫറ്റേരിയയിൽ നിന്നും അവൻ പുറത്തു വരുന്നതായ നിലയിൽ ഞാൻ അവനെ കണ്ടു. ഐ ഹാല ഖുറൂജിഹി മിൻഹു. അതാ ശേഷം പറയുന്ന ക്രിയയുടെ ഹാല്, ആ അവസ്ഥയിൽ സൂചിപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത്? വാവൽ ഹാൽ ഉപയോഗിക്കുന്നത്. ഇലൈക്കും അംസിലത്തിൻ ഉഖ്റ ബിവാവിൽ ഹാൽ. ഇലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതാ. ഇലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതാ. യു ഹാവ് മോർ എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയും. ഇതാ, നിങ്ങൾക്കിതാ കൂടുതലുണ്ട്, ടേക്ക് ഇറ്റ്, യു ക്യാൻ ഹാവ് ഇറ്റ് എന്ന അർത്ഥത്തിൽ. അപ്പൊ ഇലൈക്കും എന്നുള്ളത് ഇലൈക്ക എന്ന് പറയാം. അപ്പൊ ആരെയാണോ അഡ്രസ് ചെയ്യുന്നത് ആ വാക്ക് ഉപയോഗിക്കാം. ഇലൈക്കും എന്ന് പറയുമ്പോൾ ഇവിടെ മുദക്കർ, ജമ്മ മുദക്കറാണ് ഉപയോഗിച്ചത്. അംസിലത്തൻ,
അപ്പൊ ഇലൈക്കും കഴിഞ്ഞിട്ട് ഇലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾക്കിതാ എന്ത് അംസിലത്തൻ. അപ്പൊ അംസിലത്തൻ പറയുന്നത് എന്തായിട്ടായിരിക്കും വരിക? അവിടെ മൻസൂബായിട്ടായിരിക്കും വരിക. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നസ്ബ് ചെയ്യപ്പെട്ടതായത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കിതാ എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ്? മഫ്ഊൽ ബിഹിയാ പറയുന്നത്. അപ്പൊ ഒരു ക്രിയ പറഞ്ഞതുപോലെയാണത്. അതിന്റെ മഫ്ഊൽ ബിഹി ആയിട്ടാണ് പറയുന്നത്. ഇലൈക്കും അംസിലത്തൻ ഉഖ്റ. അംസിലത്ത് പറഞ്ഞുകൊണ്ട് പിന്നെ അതിന്റെ സ്ത്രീലിംഗമായിട്ടാണ് ഉഖ്റ. അംസിലത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ഉഖ്റ. വേറെ മറ്റുള്ള എന്നർത്ഥം. ആഖർ ഉഖ്റ. അപ്പോ ഉഖ്റ എന്നുള്ള ബഹുവചനമാണോ ഏകവചനമാണോ? ആഹിർ എന്നുള്ളതിന്റെ ജമ്മല്ല. ആഖിറിന്റെ ജമ്മാണ് ഉഖ്റ. ആഖിറും ഉഖ്റയും തമ്മിൽ ബന്ധമൊന്നുമില്ല. ആഖറാണ്. ആഖർ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്. ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനത്തേത്. ആഖിർ അവസാനത്തേത്, ആഖർ മറ്റൊന്ന്. വലതുൻ ആഖർ മറ്റൊരു ആൺകുട്ടി. ബിന്തുൻ ഉഖ്റ. അപ്പോ ഉഖ്റ എന്ന് പറഞ്ഞപ്പം ഏകവചനമാണോ ബഹുവചനമാണോ? ഏകവചനം. ഏകവചനമാണ്. സ്ത്രീ. അപ്പൊ ഈ ഉഖ്റയുടെ ബഹുവചനം എന്താണ്? ഉഖ്റയുടെ ബഹുവചനമാണ് ഉഖറു. എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ഉഖറു എന്ന വാക്ക്? അത് പറഞ്ഞിട്ടുണ്ട് മറ്റേ അത് തന്നെ ഉഖറു മുതശാബിഹ് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മയില്ല പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് പറഞ്ഞു. ഇതിലല്ല. അപ്പൊ അംസിലത്തിന് ഉഖറ എന്ന് ഏകവചനം കൊടുക്കാൻ കാര്യം എന്താ? അത് മുഅന്നസ് ആയതുകൊണ്ട്, ജമ്മു മുഅന്നസ് ആയതുകൊണ്ട് മുഫ്രദ് മുഅന്നസ് ആയിട്ടുള്ള മുഫ്രദ് വെച്ചിട്ടാണ് അതിന്റെ വിശേഷം പറഞ്ഞത്. ലി വാവിൽ ഹാലി ഇലൈക്കും അംസിലത്തിന് ഉഖറ. യു ഹാവ് മോർ another examples for the വാവുൽ ഹാൽ. മാത അബി വ അന സഗീർ. എന്താ അർത്ഥം? ആ എന്താ അർത്ഥം? ഫാദർ മരിച്ചു, ആ ഞാൻ കുട്ടിയായിരുന്നു. ഞാൻ കുട്ടിയായിരിക്കെ എന്റെ ഒപ്പം മരിച്ചു. ثاني دخلت المسجد والإمام يركع. ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു, ഇമാമ് എവിടെ ആയിരിക്കെ? സുജൂദിലായിരിക്കും, സോറി റുക്കോയിലായിരിക്കും. അപ്പോ അന സഗീറുൻ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? അന സഗീറുൻ എന്നത് വാവുൽ ഹാൽ. ജുംല ഇസ്മിയയാണ്. അന സഗീറുൻ എന്നത് ജുംല ഇസ്മിയാണ്, ഒരു നാമവാക്യം. ഒരു നാമവാക്യമാണ്. രണ്ടാമത് വന്നിടത്ത് വൽ ഇമാമു യർക്കാവു എന്ന് പറഞ്ഞ നാമവാക്യം തന്നെയാണ്. പക്ഷെ യർക്കാവു എന്നത് ഫെയിലാണ്. വൽ ഇമാമു യർക്കാവു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നാമം കൊണ്ട് തുടങ്ങിയൊരു നാമവാക്യമായതേ ഉള്ളൂ. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഫെയില് വന്നിട്ടുണ്ട് അല്ലെ? വൽ ഇമാം എന്ത് ചെയ്യുന്നു? യർക്കാവു റുക്കൂ ചെയ്യുന്നു. അപ്പൊ ഇമാമ റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുന്നവനായ നിലയിൽ ഞാൻ. അപ്പൊ അവിടെ ഈ ഫെയില് ഈ ഫെയില് മുലാരി എത്ര ഇനമുണ്ട്? ഫെയില് മുലാരി എത്ര ഇനമുണ്ട്? യർക്കാവു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യർക്കാവു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെയ്തു. റുക്കൂ ചെയ്തു എന്നാ? റുക്കൂ ചെയ്യുന്നു അല്ലെങ്കിൽ വർത്തമാനകാലം. അല്ലെങ്കിൽ റുക്കൂ ചെയ്യുമെന്ന് അർത്ഥമുണ്ടോ? ഫെയില് മുലാരിക്ക് രണ്ടർത്ഥം. ചെയ്യുന്നു. ആ അല്ലെങ്കിൽ ചെയ്യും. ചെയ്തു അല്ല, ചെയ്യും. റുക്കൂ ചെയ്യുന്നു, ചെയ്യും. അപ്പോ ഫെയില് മുലാരിന്റെ രണ്ടർത്ഥം എന്താണ്? ഫതഹ യഫ്തഹു, അവൻ തുറക്കുന്നു, തുറക്കും. അപ്പോ ഫെയില് മുലാരി ഒന്നുകിൽ ഹാലായിരിക്കും അല്ലെങ്കിൽ മുസ്തഖ്ബിലായിരിക്കും. മുസ്തഖ്ബലായിരിക്കും. ഹാൽ എന്ന് പറഞ്ഞാൽ ഇവിടത്തുള്ള ഹാലല്ല. ഹാൽ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്. ഹാലിന് പ്രസന്റ് ടെൻസ് എന്ന് അർത്ഥമുണ്ട്, ഹാലിന് സിറ്റുവേഷൻ എന്ന് അർത്ഥമുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞ ഹാൽ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ്റെ ഹാല്.
കൈഫൽ ഹാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സിറ്റുവേഷൻ. അതേപോലെ അതേസമയം ടെൻസ് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ്, പിന്നെന്താണ് പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ടെൻസ് 3 ഉണ്ട്. പക്ഷെ അറബിയിൽ 2 ഫോർമാറ്റേ ഉള്ളൂ. ഫതഹ ഫിഅ്ൽ മാദി. യഫ്തഹു എന്ന് പറയുമ്പോൾ എന്തായി? ഫിഅ്ൽ മുദാരിയാണ്. പക്ഷെ അതിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് ഹാലായിരിക്കും, അല്ലെങ്കിൽ മുസ്തഖ്ബലായിരിക്കും. ഒന്നുകിൽ പ്രസന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് വൽ ഇമാം ഇറക്കാവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്യൂച്ചർ ആണോ പ്രസന്റ് ആണോ? വാവുൽ ഹാലിൽ വരുന്നത് ഫ്യൂച്ചർ അല്ല, വാവുൽ ഹാലിൽ വരുന്നത് പ്രസന്റ് ആയിരിക്കും. അദ്ദേഹം റുക്കൂ ചെയ്തുകൊണ്ടിരിക്കെ, അതിന് ചേരുന്നവനായിരിക്കെ. ലാ തഅകുൽ വഅൻത ശബആൻ, ലാ തഅകുൽ വഅൻത ശബആൻ. എന്താ അർത്ഥം? ശബആൻ എന്താണ്? വയറ് ഫുൾ ആയിട്ട്. വയറ് നിറഞ്ഞ മതി. ഫുൾ സ്റ്റൊമക്ക്. ശബആൻ എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റൊമക്ക്. ലാ തഅകുൽ വഅൻത ശബആൻ, വയറ് വീർത്തിരിക്കെ തിന്നരുത്, വയറ് വീർത്തിരിക്കെ തിന്നരുത്. ബാക്കി പഞ്ചകാര് പറയുന്നത് അതാണ്. വിശപ്പില്ലെങ്കിൽ കഴിക്കരുത്, വിശപ്പുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുക. സമയം വിചാരിച്ചിട്ട് കഴിക്കണമെന്ന് നിർബന്ധമൊന്നും. അതുകൊണ്ടാണ് ഇമാം ബൂസിരി പറഞ്ഞത് എത്ര എത്ര നിറവയറുകളാണ് ഒഴിഞ്ഞ വയറിനേക്കാളും ഷെറായിട്ടുള്ളത് എന്ന്. അത് പറഞ്ഞിട്ടാണ് ബിരിയാണി അടിച്ചു വിടുന്നത്. ഇമാം ബൂസിരി പറഞ്ഞില്ലേ, അമിൻകുറിജി ഇറാനിന്റെ ഈ സെലമി എന്നൊക്കെ പറഞ്ഞിട്ട് ബൈത്തിയല്ലോ. ഇമാം ബൂസിരിയുടെ ബൈത്താണ്. ബൈത്തൊക്കെ ചൊല്ലിയിട്ട് പാട്ടൊക്കെ കവിതയൊക്കെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യും? കവിയരങ്ങ് കഴിഞ്ഞ ശേഷം ബിരിയാണി അടിച്ചിട്ടാ പോകുന്നത്. അപ്പൊ അത് പറയുന്ന ഒരു വരി എന്താണ്? എത്ര എത്ര നിറവയറുകളാണ് ഒഴിഞ്ഞ വയറിനേക്കാളും ഷെറായിട്ടുള്ളത്, ദോഷകരമായിട്ടുള്ളത്. ശരിക്കും രോഗത്തിന്റെ കാരണം എന്താണ്? അനാരോഗ്യകരമായ അല്ലെങ്കിൽ സ്വീകാര്യോഗ്യമല്ലാത്ത നിലയിലുള്ള തെറ്റായ ഭക്ഷണ രീതിയാണ് രോഗങ്ങളുടെ കാരണം. അപ്പോൾ ശരിയായ ഭക്ഷണ രീതി സ്വീകരിച്ചാൽ രോഗങ്ങൾ ഒരു പരിധി വരെ അകറ്റി നിർത്താൻ പറ്റും. രോഗങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ലാ തഅകുൽ വഅൻത ശബആൻ, വയറ് നിറഞ്ഞിരിക്കുക നീ തിന്നരുത്. അപ്പൊ വാവുൽ ഹാൽ വഅൻത, നീ ആയിരിക്കുക, ശബആൻ. അപ്പൊ എന്താണ് അവിടെ? ജുംല ഇസ്മിയാണ്. ലഅല്ലക്കും ഫഹിംതും, ലഅല്ലക്കും ഫഹിംതും. ലഅല്ലക്കും ഫഹിംതും. അവിടെ ലാലിയുടെ അർത്ഥം എന്താണ്? ഐ ഹോപ്പ്. ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹാത്തിൽ ആന മിസാലൻ ലി വാവിൽ അസ്രി യാ അയ്യൂബ്. ഹാത്തി, ഹാത്തി എന്താണ്? യു ബ്രിങ്, സിംഗുലർ ഫോം. ബ്രിങ് ബ്രിങ് കൊണ്ടുവരൂ. പക്ഷെ ഇപ്പൊ ഹാത്തിനകത്തുള്ള ലമീർ എന്താണ്? ഹാത്തി അൻതയാണ് കേട്ടോ. ഹാത്തി എന്ന വാക്ക് ഫിഅ്ലുൽ അംർ മാത്രമുള്ള രൂപമാണ്. ഫിഅ്ലുൽ അംർ മാത്രം ഉള്ള രൂപമാണ്. അതിന് ഫിഅ്ൽ മാദിയോ അതേപോലെ മുളാരി എന്നൊരു ഘടനയോ മറ്റു രൂപങ്ങളൊന്നുമില്ല. ഹാത്തി, ഹാത്തു, ഹാത്തു പ്രധാനമൊക്കെ ഉണ്ട്. പിന്നെ ഹാത്തിയുടെ മറ്റു രൂപങ്ങൾ പഠിക്കും. ഹാത്തിയ, അന്ന് രണ്ടുപേരും കൊണ്ടുവരൂ, അങ്ങനെയുണ്ട്. കൽപ്പൻ രൂപത്തിന്റെ വിവിധ രൂപഭേദങ്ങളുണ്ടാവും. ഏകോചനം, ബഹുവചനം, മുദക്കർ, മുഅന്നസ് ഒക്കെ. മിസാലൻ, ഒരു ഉദാഹരണം കൊണ്ടുവരും. മിസാലൻ, ആൻ എക്സാമ്പിൾ. ഈ വാവിലാത്തി യാ അയ്യൂബ്, അയ്യൂബ് ذهبت إلى السوق واشتريت أشياء. അപ്പൊ വാവിൽ അത്തുഫിനാണ് ഉദാഹരണം പറയാൻ. വാവിൽ അത്തുഫിനാണ് ഉദാഹരണം പറയാൻ. അയ്യൂബ് എന്ത് പറഞ്ഞു? ذهبت إلى السوق, ഞാൻ എവിടെ പോയി? എവിടെ പോയി? മാർക്കറ്റ് പോയി. എന്നാ പിന്നെ അറബി പറഞ്ഞാ പോരെ സൂക്കിൽ പോയെന്ന്.
അതേ അങ്ങാടി കമ്പോളത്തിൽ പോയി. പോയെന്ന് പറയാം. ഇംഗ്ലീഷിലെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും കുറെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പറയുന്നെങ്കിലും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ, നമ്മൾ അതിനെന്ത് ചെയ്യുക, ഉം. അത് നമ്മൾ അറിവ് വാക്കായിട്ട് ഉപയോഗിക്കും. അപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലാകും കുറെ വാക്കുകൾ. ഒക്കെ ഞാൻ കമ്പോളത്തിൽ പോയി. വഷ്തറൈത്തു അഷ്യാ, അപ്പൊ അഷ്യാ എന്ന വാക്കുകൂടെ ശ്രദ്ധിക്കാനുണ്ട്. വഷ്തറൈത്തു ഞാൻ വാങ്ങി, എന്ത് വാങ്ങി? അഷ്യാ. എന്താ അർത്ഥം? കുറച്ച് സാധനങ്ങൾ. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സാധനങ്ങൾ. അഷ്യാ, കുറച്ച് സാധനങ്ങൾ വാങ്ങി. അപ്പൊ ഷെയ്ഉൻ എന്നതിന്റെ ബഹുവചനമാണ് അഷിയാ ഉ. ഇവിടെ എന്ത് വന്നു? അഷിയ എന്താണ്? മൻസൂബ. മഫ്ഊലുൻ ബിഹി. മഫ്ഊലുൻ ബിഹിയാണ്, മൻസൂബാണ്. ഇഷ്തറൈത്തു ഞാൻ വാങ്ങി, എന്ത് വാങ്ങി? അഷിയാ മഫ്ഊലുൻ ബിഹി മൻസൂബ. അപ്പൊ അത് നസ്ബ് സ്വീകരിക്കും, പകരം മുൻസരിഫാണ്. നസ്ബ് സ്വീകരിക്കും, റഫ്ഉം സ്വീകരിക്കും, കസ്റിന് പകരം ഫത്ത് കൊടുക്കും. അൽ മുദരിസ് അഹ്സൻത യാ അഹ്സൻത. well done. ഹാത്തി മിസാൽ വാവുൽ ഖസം യാ മുആവിയത്തു. മുആവിയ, വാവുൽ ഖസമിന്റെ ഉദാഹരണം പറയൂ. മുആവിയ വല്ലാഹി മാ ഗിബ്തു ഖത്തു. വല്ലാഹി മാ ഗിബ്തു ഖത്തു. ഞാൻ വല്ലാഹി ഞാൻ എന്ത് ചെയ്തിട്ടില്ല? വൈബായിട്ടില്ല. ഞാൻ ആബ്സെന്റ് ആയിട്ടില്ല. കത്തു അല്പം പോലും. കത്ത് നമ്മള് സെക്കൻഡ് പാർട്ടിൽ പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അതെ, കത്ത് മനസ്സിലുണ്ട്. തീരെ, തീരെ എന്ന അർത്ഥമുണ്ട്. അതേപോലെ ഒള്ളി എന്ന അർത്ഥമുണ്ട്. ഒള്ളി വരുമ്പോഴത്തേക്ക് ഇഫ കത്ത് എന്നാണ്. ഫക്കത്ത്. പക്കത്തല്ലേ? ഫക്കത്ത്. ഇവിടെ എന്താണ്? തീരെ. വല്ലാഹി മാ ഗിബ്തു ഖത്തു. അൽ മുദരിസ് അഹ്സൻ. ഹാത്തി മിസാൽ വാവിൽ ഹാൽ യാ ഫൈസലു. ഫൈസൽ വാവുൽ ഹാലിന് ഉദാഹരണം പറയൂ. ഫൈസൽ ദഖൽതുൽ മസ്ജിദ വൽ ഇമാമു യഖ്തുബു. എന്താർത്ഥം? ഇമാമ് ഖുത്ബ നിർവഹിച്ചിരിക്കെ ഞാൻ പള്ളിയിൽ നിർത്തിക്കൊണ്ടിരിക്കെ വൽ ഇമാമു യഖ്തുബു. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഇവിടെയും വൽ ഇമാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. വൽ ഇമാമു യഖ്തുബു. ഇവിടെ ഇസ്മി ആണെങ്കിലും അവിടെ എന്തുണ്ട്? അതായത് മുളായിയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഹ്സൻ. ഹാത്തി മിസാൽ ആഖറ യാ യൂനുസ്. യൂനുസ് മറ്റൊരു ഉദാഹരണം പറയൂ. തലബത്തുൽ ഇൽമ വഅന കബീറുൻ. ഞാൻ കുട്ടിയായിരിക്കല്ല പഠിച്ചത്, പിന്നെ എപ്പോഴാണ്? വഅന കബീറുൻ, ഞാൻ വലിയവനായിരിക്കുകയാണ്. തലബത്തുൽ ഇൽമ എന്ത് ചെയ്തത്? അറിവ് നേടിയത്. ഞാൻ അറിവ് നേടിയത്, ഞാൻ പഠിച്ചത്. തലബത്തുൽ ഇൽമ, ഞാൻ വിജ്ഞാനം പഠിച്ചത് എപ്പോഴാണ്? വഅന കബീർ, ഞാൻ വലിയവനായിരിക്കുക. അൽ മുദരിസ് അഹ്സൻ യാ ഉബൈദല്ലാ. എന്താണ് യാ ഉബൈദുല്ലാ എന്ന് വിളിക്കാഞ്ഞത്? മുനാദ മുലാഫ് എന്ന് പറയും. ഇത് ഉബൈദ് എന്താണ്? മുലാഫാണ്. അള്ളാഹ് എന്ന വാക്കിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുക. അപ്പൊ എന്താണ്? അടുത്തതിലേക്ക് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഹർഫിൻ നിദാ കൊണ്ട് എന്ത് ചെയ്യണം? നസ്ബാക്കിയാണ് പറയുക. യാ ഉബൈദല്ലാഹി. അപ്പൊ നേരത്തെ പറഞ്ഞെല്ലാം യാ യൂനുസു എന്നാണ് വിളിച്ചത്. യാ യൂനുസു. അതേപോലെ എന്ത് പറഞ്ഞു? യാ ഫൈസലു, യാ മാവിയത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടേക്ക് എന്താണ്? അത് മുനാദ മുഫ്രദ് എന്ന് പറയും. ഒറ്റപ്പദം. മുഫ്രദ് എന്ന് പറഞ്ഞാൽ അവിടെ ഏകവചനം എന്നല്ല എൻ്റെ അർത്ഥം. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പദം. മുനാദ മുഫ്രദ് ആണെങ്കിൽ ലം കൊടുക്കണം. മുനാദ മുലാഫ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നസ്ബ് കൊടുക്കണം. അപ്പോ ഏതാണ്? അബ്ദുള്ള ആണെങ്കിലും അത് തന്നെയല്ലോ. അബ്ദിനെ അള്ളയിലേക്ക് ഇളാഫത്ത് ചെയ്താണല്ലോ. അബ്ദുള്ള. അതുകൊണ്ടാണ് യാ അബ്ദല്ലാ.
വിളിക്കുന്നില്ലേ അബ്ദുള്ള മരിച്ചയാളെ വിളിക്കുമല്ലോ അബ്ദുള്ള കേട്ടില്ലേ? അബ്ദുല്ലാഹിബിൻ അമത്തില്ല എന്ന് വിളിച്ചു കേട്ടില്ല. എല്ലാ സ്ഥലത്തും പാപ്പാടെ പേരിലാണ് വിളിക്കുക. ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ പേരിലാണ് വിളിക്കുക. അബ്ദുല്ലാഹിബിൻ അമത്തില്ലാഹി എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഞങ്ങളെവിടെയൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങളെവിടെയൊക്കെ കാണില്ലേ? മരിച്ചയാളെ വിളിക്കും അബ്ദുല്ലാഹിബിൻ അമത്തില്ല. മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അടക്കിന് ശേഷം കബന്റെ അടുത്ത് തലയുടെ ഭാഗത്ത് കേട്ടില്ലേ? എവിടെ ഇല്ല, മലപ്പുറത്ത് എങ്ങോട്ടൊന്നുമില്ല. തൽക്കീലുണ്ടോ അവിടെയൊക്കെ? തലക്കീനുണ്ട്. എന്താ വിളിക്കുന്നത്? അത് വന്നിട്ട് ഖുർആൻ ആയത്തുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനാണ്. ഒന്നുകൂടെ നോക്കിയിട്ട് പറയും. ഒന്നുകൂടെ കേട്ട് നോക്കിയിട്ട് പറയും. തൽക്കീൻ വേറെ ആരും കേട്ടില്ല. തൽക്കീൻ അബ്ദുല്ലാഹിബിൻ അമത്തില്ല എന്ന് വിളിക്കുന്നത്. നോക്കട്ടെ. അപ്പൊ അതിനെ ഖണ്ഡിക്കുന്ന ഒരു വിഭാഗം പറയുന്നത് തന്നെ അവിടെ വിളിക്കുന്നത് എല്ലാ സ്ഥലത്തും വിളിക്കുന്ന വാപ്പയുടെ പേരിലാണ്, ഇവിടെ വിളിക്കുന്ന ഉമ്മാന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്നുള്ളതിന്റെ തെളിവാണെന്നാണ് പറയുന്നത്. ഖണ്ഡിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പറയുന്നതിന്റെ ഒരു ന്യായീകരണം. പല ന്യായീകരണങ്ങളിൽ ഒന്ന്. ഓക്കെ. അപ്പൊ അബ്ദല്ല അബ്ദല്ല എന്നാണ്. അബ്ദല്ല ഉബൈദല്ല അബ്ദൽ മുത്തലിബ് അവസാനം ആയത്തൻ ഫിഹാ വാവുൽ ദിൽ ഹാൽ. മറ്റൊരു രീതി പറഞ്ഞതേ ഉള്ളൂ. ഉസ്കുർ ആയത്തൻ, ഒരു ആയത്ത് നീ പരാമർശിക്കൂ, നീ പറയൂ. ആയത്തൻ ഉസ്കുറിന്റെ മഫ്ഊൽ ബിഹി ആയിട്ട്, അതുകൊണ്ടാണ് ആയത്തൻ എന്ന് പറഞ്ഞത്. ഫിഹാ, അതിലുണ്ട്, ആ ആയത്തിലുണ്ട്, വാവുൻ ലിൽ ഹാൽ. വാവുൽ ഹാൽ എന്ന് പറയുന്നതിന് പകരം വാവുൻ ലിൽ ഹാൽ, ഹാലിന്റെ വാവുള്ള ഒരു ആയത്ത് പറയൂ. അപ്പോ ഉബൈദുള്ള പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാറുൻ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ഇന്നല്ലദീന കഫറൂ വമാതു, അപ്പോ അല്ലദീന കഫറൂ സത്യനിഷേധിയാവുകയും വമാതു മരിക്കുകയും ചെയ്തു. വാവിലാത്തുക. വഹും കുഫാറുൻ, അപ്പൊ വാവ് എന്താണ്? അവർ സത്യനിഷേധിയായ നിലയിൽ. അലൈഹിം ലഅനത്തുല്ലാഹ്, അവരുടെ മേൽ എന്തുണ്ട്? അള്ളാന്റെ ശാപമുണ്ട്. വൽ മലായികത്തി, മലക്കുകളുടെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യരുടെയും ശാപം. അൽ മുദരിസ് അയ്ന വാവുൽ ഹാൽ ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ എവിടെയാണ് വാവുൽ ഹാൽ? ബൈദുള്ള ഫീ ഖൗലിഹി തആല വഹും കുഫാറുൻ, കാരണം അവിടെ വേറെയും വാവുണ്ട്. ഇപ്പൊ മാത്തു എന്ന വാവുണ്ട്, വൽ മലായികത്തിലെ വാവുണ്ട്, വന്നാസിലെ വാവുണ്ട്. അപ്പൊ അവർ എവിടെയാണ് വാവുൽ ഹാൽ ഉള്ളതെന്നാണ് ചോദിച്ചത്. അപ്പോ ഈ ഖൗലിഹി തആല അള്ളാന്റെ വാക്കിലുള്ളതാണ്. ഈ എന്ന് പറഞ്ഞാൽ ഈ ഖൗലില്ലാഹി തആല എന്നാണ് അള്ളാന്റെ വാക്ക്. അള്ളാന്റെ വാക്ക് അള്ളാഹ് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണെന്നുള്ളതാണ്. ഖൗലിഹി, അവന്റെ വാക്ക്. തആല, ഉന്നതനായവന്റേതായ വാക്കിൽ വഹും കുഫാറുൻ എന്നതിൽ വാവുൽ ഹാലുണ്ട്. അൽ മുദരിസ് അഹ്സൻത് ബഖിയ സലാസു ദഖായിക. നമ്മുടെ സമയം കഴിഞ്ഞു, ഞാൻ നോക്കിയതാണ് ബെല്ലടിക്കുന്നുണ്ടോ. അപ്പൊ ടീച്ചർ പറഞ്ഞു എന്താ? ബഖിയ സലാസു ദഖായിക. എന്ത് വന്നു? സലാസു ദഖായിക, 3 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പൊ ദഖായിക്കിന് എങ്ങനെയാണ് ഫതഹ് വന്നത്? ബഖിയയുടെ മഫ്ഊലും ബിഹി. ബഖിയയുടെ മഫ്ഊലും ബിഹിയാണ്. ആർക്ക് പറയാം? ആർക്കും കിട്ടുന്നില്ല. നമ്മൾ എണ്ണം പറഞ്ഞപ്പോഴേ സലാസത്തു കുതുബിൻ എന്നല്ലേ പറയാ. അപ്പൊ എന്താണ് സംഖ്യയുടെ ശേഷം വരുന്നത്?
3 മുതൽ 10 വരെ സംഖ്യയ്ക്ക് ശേഷം ജെറി ചെയ്തിട്ടല്ലേ വരേണ്ടത്. എന്നെ ആണോ അല്ലേ? സലാസത്തു കുത്തുബിൻ, സലാസു ബനാത്തിൻ അല്ലേ? ആണോ അല്ലേ ഷെയ്ഖ് സാഹിബ്? മനസ്സിലാവില്ല. ഫാത്തിമ, നമ്മള് സംഖ്യ പറയുമ്പോൾ 3 മുതൽ 10 വരെ സംഖ്യ കഴിഞ്ഞിട്ട് ഉള്ള പദം എണ്ണപ്പെടുന്ന വസ്തു ബഹുവചനം പറയുകയും ആ ബഹുവചനത്തിന് കെസ്റ് കൊടുക്കുകയും ചെയ്യുന്നതാണ് നിയമം. നമ്മൾ 2ാം പാർട്ടിലും 1ാം പാർട്ടിലൊക്കെ പഠിച്ചില്ലേ? 1ാം പാർട്ടിന്റെ അവസാനം പഠിച്ചു. അതാണ് നിയമം. അപ്പോ എന്ത് ചെയ്തു ഇവിടെ? സലാസു വന്നിട്ട് ദക്കീഖത്ത് എന്നത് സ്ത്രീലിംഗമാണ്. ദക്കീഖത്ത് സ്ത്രീലിംഗമാണ്. മിനിറ്റ് എന്നത് സ്ത്രീലിംഗമാണ്. താഴെയുള്ളതുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? സലാസു എന്ന പുല്ലിംഗ പദം ഉപയോഗിക്കുകയും പിന്നീട് ദക്കീഖത്തിന്റെ ബഹുവചനം ഉപയോഗിക്കുകയും അതിന് കെസ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ബഹുവചനം ദഖായിഖു എന്ന ഗൈർ മുൻസരിഫായ പദമാണ്. ഗൈർ മുൻസരിഫായ പദമാണ്. അതുകൊണ്ട് അത് കെസ്റ് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് കെസ്റിന് പകരം എന്ത് കൊടുക്കും? ഫത്തഹത്ത് കൊടുക്കും. സലാസു ദഖായിഖ. അതുകൊണ്ടാണ് ഫത്തഹ വന്നത്. സലാസു ദഖായിഖ. ഫഹൽ മിൻ സുആലിൻ. നേരത്തെ നമ്മൾ പറഞ്ഞു മിൻ വരും. ജായിദയായിട്ടുള്ള മിൻ, ജായിദ എന്ന് പറയും. മിൻ ജായിദ അതാണ് അധികമായി വരുന്ന മിന്നാണ്. സുആലിൻ. നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ, ചോദിക്കാൻ വല്ലതുണ്ടോ, വല്ല ചോദ്യവും ഉണ്ടോ എന്ന അർത്ഥത്തിലാണ് മിൻ ചേർത്തിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ലദയ്യ സുആലുൻ. ലദയ്യ സുആലുൻ. നേരത്തെ പറഞ്ഞു ലത വന്നു കഴിഞ്ഞാൽ പിന്നീട് കെസ്റ് വരുന്നു. ഇപ്പൊ എന്താ ഇവിടെ ലമ്മ വന്നത്? രണ്ട് സഹോദരിമാർ ഇതിനകത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. 2 സഹോദരിമാരല്ലേ? ആണോ? സഫീറയും ഫാത്തിമയും സഹോദരിമാരോട് പോയി. അതിന്റെ ദഹബത്തുമാ ഒരു ഫായിലാണ്. എന്താണ്? ഫായിലായതുകൊണ്ടാണോ? അല്ല, ഇവിടെ എന്താണ്? ലത അല്ല, കെസ് നേരത്തെ പറഞ്ഞു ലതയ്ക്ക് ശേഷം വന്നാൽ കെസ് വരുന്നു. ഇവിടെ എന്ത്? ലതയ്ക്ക് ശേഷം എന്താ വാക്ക് വന്നിരിക്കുന്നത്? യാ ഉൽ മുത്തക്കല്ലിമ. യാ ഉൽ മുത്തക്കല്ലിമ. എന്താ പറഞ്ഞ്? നിങ്ങൾ എവിടെ പോയി നേരത്തെ വിളിച്ചപ്പോഴും? ഞാൻ അപ്പുറത്ത് പോയതാ. നിങ്ങളുടെ സഹോദരിയാ? ആളിവിടെ അല്ല, ആളിപ്പോ ഗൾഫിലാണ്. സഫീറ ഗൾഫിലാണ് ഇപ്പൊ. ഗൾഫിൽ നിന്നായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ. ലതയ്യ സുആലൻ. അപ്പൊ ലതയ്യ സുആലൻ എന്ന് പറഞ്ഞെടുത്ത് ലതയുടെ ശേഷം എന്താ വന്നിരിക്കുന്നത്? ജാ ഉൽ മുത്തക്കല്ലിമാണ്. അപ്പൊ അവിടെ കെസ്ർ വെളിവാകില്ല കേട്ടോ. ജാ ഉൽ മുത്തക്കല്ലിമില്. അപ്പൊ പിന്നെ ലതായുടെ അവിടെ അലിഫ് എന്താണ്? യാന്റെ ഷേപ്പിലുള്ള അലിഫും യാ ഉൽ മുത്തക്കല്ലിമിന്റെ അലിഫും കൂടെ ചേർന്നാൽ 2 യായിട്ടാണ് പരിഗണിക്കുക. ലതയ്യ. ആദ്യം സുക്കൂനുള്ള യായും പിന്നെ അങ്ങനെയാണ്. സുക്കൂനുള്ള യായും പിന്നീട് യായും എന്നാണ്. അതായത് ഈ നമ്മള് ഹുദ എന്നൊക്കെ എഴുതുമ്പോഴത്തേക്കുള്ള യാ ഉണ്ടല്ലോ, അലിഫിന്റെ യാന്റെ ഷേപ്പിലുള്ള അലിഫ്, അതെന്താണ്? അടുത്ത ഒരു യായുടെ കൂടെ ചേരുമ്പോൾ അവിടെ യായിട്ടാണ് പരിഗണിക്കുക. അലിഫും യായിട്ടല്ല പരിഗണിക്കുക, ഒരു യായിട്ടാണ്. അപ്പൊ ലത എന്നിടത്ത് അലിഫ് യാന്റെ ഷേപ്പിലാണ്. ആ യാ എന്ന് പറയുമ്പോൾ ആ യാ സുക്കൂനുള്ള യായാണ്. അതിന് 10 ദിവസം ലമ്മൊന്നുമില്ലല്ലോ, അപ്പൊ സുക്കൂനാണ്. പിന്നെ യാ മുത്തക്കല്ലിമായ യാ കിതാബിയ, ലദയ്യ, അങ്ങനെയാണ് യാ വരുന്നത്. ലദയ്യ. ലദയ്യ. നഅം ലദയ്യ സുആലുൻ. യെസ്, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ. സുആലുൻ, എ ക്വസ്റ്റ്യൻ. മാ മഅന ഹുറമു.
ഈ ഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലു സ്വൈദ വഅൻതും ഹുറും, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലു സ്വൈദ വഅൻതും ഹുറും എന്ന് പറഞ്ഞിടത്ത് ഹുറുമിന്റെ മീനിങ് എന്താണ്? മഅന. അപ്പൊ നമ്മുടെ പാഠം ശരിക്കും എന്താണ്? ഇവിടെ മഅന എന്ന വാക്കാണ്. മഅന, മഅന എന്നത് ശരിക്കും എന്താണ്? മഅനൻ എന്നാണ്. അപ്പൊ മഅനൻ എന്നതിലെ തൻവീൻ അവിടെ പോയി, ഇളാഫത്ത് കൊണ്ട് തൻവീൻ പോയി. മഅനൽ ഹുറും എന്ന് ചോദിച്ചാൽ അൽ ഹുറും എന്നതിന്റെ അർത്ഥം എന്താണ് എന്നാണ്. അപ്പൊ അവിടെ തൻവീൻ ഇല്ല, ഒരു ഫത്തഹേ ഉള്ളൂ. മഅനൽ ഹുറും. ഈ ഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലു സ്വൈദ, ലാ തഖ്തുലു അസ്വൈദ വഅൻതും ഹുറും. അപ്പൊ സ്വൈദ് എന്താണ്? സ്വൈദ് കരയിലെ വേട്ട. ആ കരയിലെ വെട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടാ? അല്ല, കരയിലെ മൃഗങ്ങളെ വേട്ടയാടുക എന്നുള്ള ഉദ്ദേശമാണ്. അല്ല മീനോ ഇതൊന്നുമല്ലോ. അല്ല, അതാണോ സ്വൈദ്? അല്ലേ? ഉം. സ്വൈദ് എന്ന് പറഞ്ഞാൽ വേട്ടമൃഗം എന്ന് മാത്രമേ ഉള്ളൂ, ഗുരു എന്ന് മാത്രമാണ്, വേട്ടയാടപ്പെടുന്നത് മാത്രമാണ്. കാരണം എന്താണ്? ഉഹില്ലലക്കും സയ്യിദുൽ ബഹരി എന്ന് വേറെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉഹില്ലലക്കും സയ്യിദുൽ ബഹരി മതാഅൻ ലക്കും വലിസ്സയ്യാറ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ? കടലിലെ ഉരുക്കളെ നിങ്ങൾക്ക് വേട്ടയാടുന്നത് ഹലാലാണ്. ഹുർരിമാലയ്ക്കും സയ്യിദുൽ ബർരി മാ ദുംതും ഹുറുമാ. അത് വേറെ ആയത്താണ്, ഇത് വേറെ ആയത്താണ്. ഇവിടെ എന്താ പറഞ്ഞു? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലു സ്വൈദ വഅൻതും ഹുറും. നിങ്ങൾ വേട്ടമൃഗങ്ങളെ വേട്ടയാടരുത്, വധിക്കരുത്. ലാ തഖ്തുലു സ്വൈദ, അത് നിങ്ങൾ വധിക്കരുത്. വഅൻതും ഹുറും. അപ്പൊ ഹുറും എന്ന് പറഞ്ഞാല് ഹുറും എന്നതിന്റെ അർത്ഥം എന്താണ് എന്നാണ് അൽ മുദരിസ് പറഞ്ഞു കൊടുക്കുന്നത്. മഅന ഹ, നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് മഅനൻ എന്നെടുത്ത് എന്നിട്ടാണ് യായിട്ടാണ് എഴുതുക. മഅന എന്ന് ചോദിച്ചിടത്തൊക്കെ യാന്റെ ഷേപ്പിലാണ് അലിഫിടുക. പിന്നീട് മഅന ഹ, അതിനെ വേറൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? അലിഫായിരിക്കും വരിക. മഅന ഹ, ഹായിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടാണ്. മഅന ഹ, അതിന്റെ അർത്ഥം മുഹരിമൂന എന്നാണ്. മുഹരിമൂന എന്നതിന്റെ മറ്റൊരു വാക്കാണ് എന്ത്? ഹുറും എന്നത്. അപ്പൊ അതിന്റെ മുഫ്രദ് എന്താണ്? ശരിക്കും ഹുറും എന്നതിന്റെ മുഫ്രദ് എന്താണ്? മുഫ്രദുഹ ഹറാമുൻ. ഹറാമുൻ എന്നാണ് അതിന്റെ മുഫ്രദ്. ഹറാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹറാം എന്ന് പറഞ്ഞാൽ ഇഹ്റാം ചെയ്തവൻ എന്നർത്ഥം. ഹുറും ഇഹ്റാം ചെയ്തവർ. അപ്പൊ ഹറാം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഹറാമെന്ന് അലയിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ നിഷിദ്ധമാണെന്ന അർത്ഥം മാത്രമല്ല. മുഹരിം എന്ന അർത്ഥത്തിൽ ഹറാം എന്ന് ഉപയോഗിക്കും. ഇഹ്റാം ചെയ്ത ആള്, അഹ്റമ യഹ്രിമു ഇഹ്റാം, അഹ്റമ എന്ന് പറഞ്ഞാൽ ഇഹ്റാം ചെയ്തു, ആ ആള് എന്ന നിലയ്ക്കും ഹറാം എന്ന വാക്ക് ഉപയോഗിക്കും. അതിന്റെ ബഹുവചനമാണ് ഹുറും. മാവിയ ജസാക്കല്ലാഹു ഖൈറൻ, ജസാക്കല്ലാഹു ഖൈറൻ യാ മാവിയ. എറിഞ്ഞൽ ജറസ് എന്നാണ്. ബെല്ലടിക്കുന്നു. വയഹ്റുജുൽ മുദരിസു, അധ്യാപകൻ പുറപ്പെടുന്നു. വഹുവ യഖൂൽ, അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട്, പറയുന്നവനായിരിക്കുക എന്നാണ്. പറഞ്ഞുകൊണ്ട് പോകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിവിടെ റന്നൽ ജറസോ കബല റുബൈസ, കുറെ സമയമായി ബെല്ലടിച്ചിട്ട്. ഇതില് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് വായിച്ചു തരുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തരും, ബാക്കി വിശദീകരണങ്ങളും തരും വോയിസ് ക്ലിപ്പായിട്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ലമ്മു എന്നത് എന്റെ ചോദ്യം ശരിക്ക് ലദൈക്ക് ശേഷം കെസ്റാണ് വരേണ്ടത്. എന്തുകൊണ്ട് കെസ്റ വന്നില്ല എന്നായിരുന്നു എന്റെ ചോദ്യം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. സുആൽ ഞാൻ പറഞ്ഞുതരാം.
ലദയ്യ സുആലുൻ. അപ്പോ yes. ലദയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ അടുക്കലുണ്ട്. എന്തുണ്ട്? സുആലുണ്ട്. ശരിക്കും അതെന്താണ്? സുആലുൻ ലദയ്യ എന്നാണ്. സുആലുൻ ലദയ്യ എന്നാണ്. എന്റെ അടുക്കൽ ഒരു ചോദ്യമുണ്ടെന്നാണ്. പക്ഷെ ഇതെന്താണ്? ലത എന്ന വാക്ക് മുമ്പേ വരും. ലത എന്ന വാക്ക് മുമ്പേ വരും. എന്നിട്ടാണ് പിന്നീട് അതിന്റെ ഖബർ. ജുംല ഇസ്മിയ എന്ന് പറയുമ്പോൾ മുബത്തദയും ഖബറുമാണല്ലോ. ശരിക്കും എന്താണ്? സുആലുൻ ലദയ്യ എന്നാണ് വാക്ക്. എന്റെ അടുക്കൽ ചോദ്യമുണ്ട്. ചോദ്യം എന്റെ അടുക്കൽ സുആൽ ആണ് ആദ്യം വരേണ്ടത്, പിന്നെ ലദയ്യ ആണ് വരേണ്ടത്. അത് ക്രമം അങ്ങനെയാണ്. പക്ഷെ മുമ്പേ ആണ് ഇത്. ലദയ്യ വരുമ്പോഴത്തേക്ക് ലദയ്യ മുമ്പേ ആണ്. നമ്മള് ഈ ആയാത്തും ബയ്യനാത്തും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കെസ് വരുത്തുന്ന പദം ഹുറൂഫുൽ ജർ വരുന്നിടത്ത് എന്ത് ചെയ്യും? ഹുറൂഫുൽ ജർ ഉള്ളത് നേരത്തെ വരും. പിന്നെ പഠിച്ചു നമ്മൾ പറഞ്ഞു തോന്നും. ലദയ്യ മുൻകൂട്ടി വന്നിരിക്കുകയാണ്. ഇത് ജുംല ഇസ്മിയാണ്. അതുകൊണ്ടാണ് എന്ത് മുബത്തദ ഖബറുമാണ്. അതുകൊണ്ടാണ് ഈ സുആലിന് ലം വന്നിരിക്കുന്നത്. പക്ഷെ ഈ സുആലാണ് എന്താണ്? അഹ്സൻത്ത് എപ്പോഴും പറയാം. ഇത് അഹ്സൻത എന്നാണ് പറയുന്നത്. അഷന്ത് എന്ന് പറയുന്നിടത്ത് സുക്കുൻ ചെയ്ത് പറയുന്നതുകൊണ്ട് നമ്മൾ കേൾക്കാത്തതാണ്. താ കേൾക്കാത്തതാണ്. അഹ്സൻത് ശരിക്കും തായുണ്ട്. അഹ്സൻത എന്നാണല്ലേ? തായാണ് പറയുന്നത്. അഹ്സൻത് എന്ന് പറയുന്നിടത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും താ പറയുന്നുണ്ട്. അപ്പൊ താ അത് കേൾക്കാത്തതാണ്, നമുക്ക് കേൾക്കാത്തതാണ്. നീ നന്നാക്കി ചെയ്തു എന്നല്ല അർത്ഥം. വെൽ ഡൺ, വെൽ ഡൺ. നീ പറഞ്ഞു ശരിയാണ് എന്ന അർത്ഥത്തിലും പറയും. നീ പറഞ്ഞു ശരിയാണ് എന്ന അർത്ഥം. നീ പറഞ്ഞു ശരിയാണെന്നുള്ള അർത്ഥത്തിൽ സഹ സഹ എന്നും പറയും. സഹ സഹ. ഓക്കെ, ശരിക്കും വായിച്ച് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ നന്നായി പഠിക്കാനും അത് ഉപയോഗപ്പെടുത്താനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചെടുക്കാനും തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടോ നമ്മുടെ സെഷനുമായി ബന്ധപ്പെട്ട്, ക്ലാസ്സുമായി ബന്ധപ്പെട്ട്? മൂന്നാമത്തെ ഭാഗമാകുമ്പോൾ ആൾക്കാർ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. രണ്ടാം ഭാഗമായപ്പോൾ തന്നെ ഭാരമായ കുറച്ച് ആൾക്കാരുണ്ടാവും. മൂന്നാം ഭാഗമാകുമ്പോൾ വളരെ ഭാരമാണെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ ഭാഗം കൂടെ എടുത്ത് നിങ്ങൾ കൂടെ ആക്കാതിരുന്നത്. അപ്പോ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ കുറവായിരിക്കും. നമ്മൾ രജിസ്ട്രേഷൻ കുറവാണ്, പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ കുറവായിരിക്കും. അറ്റൻഡ് ചെയ്യുന്നവർ ചിലരൊക്കെ വീഡിയോ കേൾക്കുന്നവരായിരിക്കും, കേട്ട് പഠിക്കുകയായിരിക്കും. അപ്പൊ അത് കണക്കാക്കി വേണം നിങ്ങളും വരാൻ. ഇത്ര പേര് ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അടുത്ത ആഴ്ച വരുന്നില്ല എന്ന് വിചാരിക്കും. ഓക്കെ, നാസർ സാഹിബ്. ഏത് നാസറാണ്? ആറ്റങ്ങൽ. കിപ്പഞ്ചർ. നിങ്ങളെന്താ പേര് രണ്ടുപേര് വന്നവരെ കൺഫ്യൂഷൻ ഉണ്ടായോ? അറിയല്ലോ, രണ്ട് നമ്പർ വന്നതല്ലേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾ രണ്ട് നമ്പറും ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഒരു നമ്പർ ആഡ് ചെയ്താൽ മതി. പക്ഷെ രണ്ട് നമ്പരും വന്നു. രണ്ട് നമ്പർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്തത്. നിങ്ങളെ ബുദ്ധിമുട്ട് കരുതി ഒരു നമ്പർ മാറ്റി തന്നോ എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് അവിടെ പറഞ്ഞിട്ടില്ല ഓഫീസിൽ. ഞാനിപ്പം രജിസ്റ്റർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളെ രണ്ട് നമ്പർ. കുറച്ചു നേരം ഇല്ലായിരുന്നു നിങ്ങള്? ഇല്ല, ഞാൻ 8:30 തന്നെ വന്നു. പക്ഷെ ഞാൻ 8 മണിക്ക് വീട്ടിലെത്തിയതേ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് മെസ്സേജ് എല്ലാം ഉള്ളത്. ഞാൻ 8:30 കയറണമെന്നുള്ള ഇതോടുകൂടി തന്നെ പെട്ടെന്ന് റെഡിയാണ്. 8:34 ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ അത് തുടങ്ങിയിട്ടില്ലായിരുന്നു. 8:34 ജോയിൻ ചെയ്ത്. അപ്പം അന്നേരം 8:34 ഞാൻ തുടങ്ങാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അപ്പൊ അത് സൗണ്ട് കണക്ട് ആയിട്ടില്ലായിരുന്നു. അങ്ങനെ അത് കറക്റ്റ് ചെയ്യേണ്ടി. അപ്പൊ അത് ക്ലാസിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചേരം ഉറങ്ങിപ്പോയി. ഡ്രൈവ് ചെയ്ത് വരുന്നതാണ്. എവിടെയാണ് നിങ്ങളുടെ ലൊക്കേഷൻ, വർക്ക് ലൊക്കേഷൻ? അവലഞ്ചേരിയാണ് സാർ, അവലഞ്ചേരി.
അവനവഞ്ചേരി തന്നെ. അപ്പൊ അടുത്തല്ലേ? ഏതാ അടുത്തല്ലേ? അടുത്താണ്. അല്ല, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് താമസിച്ചു പോയി. ഡ്യൂട്ടി എത്ര സമയം വരെ ഉണ്ടോ?